ഓക്കെ, നമുക്ക് നമ്മുടെ പഠനം തുടരാം. 15-ാം അധ്യായത്തിലെ 4 ചോദ്യങ്ങൾ അല്പം വിശദീകരണം കൂടുതൽ ആവശ്യമുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത്രയും വിശദീകരിച്ച് പോയത്. ഇനിയുള്ളത് അത്രയും സമയം എടുക്കുകയില്ല. ഒരു 5:45 പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണം. എനിക്കൊന്ന് മടങ്ങിപ്പോകേണ്ടതുണ്ട്. ആ നിലയിൽ നമുക്ക് ഉള്ള സമയം തക്കത്തിൽ വിനിയോഗിക്കാം. അപ്പോൾ 4-ാമത്തെ ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത്. 5-ാമത്തെ ചോദ്യം 11-ാമത്തെ പേജ് എല്ലാവരും എടുക്കുക. 11-ാമത്തെ പേജ് 5-ാമത്തെ ചോദ്യം. പരസ്പരം സ്വീകരിക്കുന്നതിന് പൗലോസ് എന്ത് കാരണമാണ് നൽകുന്നത്? നേരത്തെ നാം കണ്ടു, നമുക്ക് എല്ലാത്തിനും മാതൃക കർത്താവായ യേശു ക്രിസ്തുവാണ്. 7-ാം വാക്യം ഒന്ന് എടുക്കുക, അതൊന്ന് വായിക്കുക. റോമർ 15:7. കർത്താവ് നമ്മെ കൈക്കൊണ്ടു, സ്വീകരിച്ചു, അംഗീകരിച്ചു നമ്മുടെ ഉള്ള അവസ്ഥയിൽ. അതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളണം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും മാതൃക. അന്യോന്യം സ്വീകരിക്കുന്നതിൽ, കൈക്കൊള്ളുന്നതിൽ ഉള്ള മാതൃക അതുതന്നെയാണ്. എന്താണ് ഈ കൈക്കൊള്ളുക എന്ന് പറയുന്നത്? നമ്മളൊക്കെ യോഗത്തിന് ചെല്ലുമ്പോൾ ആരെ കണ്ടാലും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നവരാണല്ലേ. അത് നല്ല കാര്യമാണ്. ഒരു സിംബോളിക്കാണ് അല്ലേ, പ്രായോഗിക, അതൊരു സിമ്പിളാണ്, പ്രതീകമാണ്. അതല്ല ഇവിടെ പറഞ്ഞ കൈക്കൊള്ളുക. അന്യോന്യം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന കാര്യമാണ്. അല്ല, അത് ചെയ്യണം, നല്ല കാര്യം. അല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് മാനസികമായിട്ട് സ്വീകരിക്കുക, അംഗീകരിക്കുക എന്നാണ്. മാനസികമായി പൈതൃകത്തിൽ അതിൻ്റെ ഉദാഹരണമുണ്ട്, അറിയാം. ഒരു യേഹു ആണെന്ന് തോന്നുന്നു. ഒരാളിനെ കാണുമ്പോൾ നിന്റെ ഹൃദയവും എൻ്റെ ഹൃദയവുമായിട്ട് ചേർന്നിരിക്കുന്നു എങ്കിൽ എനിക്ക് കൈതരാൻ പറയുന്നുണ്ട്. ആ ഒരു ഐക്യതയുടെ അടയാളമാണ് വാസ്തവത്തിൽ ഈ ഷെയ്ക്കാൻ എന്ന് പറയുന്നത്. എനിക്കറിയാം, നമ്മുടെയൊക്കെ സഭകളിൽ ഒരു യോഗം കഴിഞ്ഞാൽ എല്ലാവർക്കും ഓടി നടന്ന് കൈ കൊടുക്കുന്ന ആളുകളെയൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. എനിക്ക് അത്രയും സാധിച്ചിട്ടില്ല. വലിയ സഭകളിലൊക്കെ എല്ലാവരെയും നമുക്ക് ചിലപ്പോൾ കാണാനോ കൈ കൊടുക്കാനോ ഒന്നും കഴിയുകയില്ല. അപ്പോൾ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം സ്വീകരിക്കുക, മാനസികമായി സ്വീകരിക്കുക, അംഗീകരിക്കുക എന്നതാണ്. അപ്പോൾ കർത്താവ് സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ മാതൃക. അതുപോലെ ചെയ്യാനാണ് കർത്താവ് ചെയ്തതുപോലെ. നമുക്കറിയാം, കർത്താവ് തന്നെ ഈ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ യോഹന്നാൻ 13:34 കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിപ്പിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, അതാണ് മാതൃക എന്ന് പറയുന്നത്. ഇവിടെ പൗലോസ് പറയുകയാണ്, കർത്താവ് സ്വീകരിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്വീകരിക്കണം. അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ വായിച്ചിട്ട് അല്പം വിശദീകരിക്കാം. ദൈവത്തിൻ്റെ മഹത്വത്തിനായി ക്രിസ്തു നമ്മെ സ്വീകരിച്ചു. നമ്മുടെ ഉള്ള അവസ്ഥയിൽ തന്നെ, ജസ്റ്റ് ആസ് വി ആർ, ജസ്റ്റ് ആസ് ഐ ആം എന്നൊരു പാട്ട് തന്നെയുണ്ട്. നമ്മുടെ ഉള്ള അവസ്ഥയിൽ തന്നെ, നമ്മളെന്തെങ്കിലും നമ്മളെ തന്നെ ശരിപ്പെടുത്തി മിനുക്കിയെടുത്തതിന് ശേഷമല്ല, ഉള്ള അവസ്ഥയിൽ തന്നെ നമ്മെ സ്വീകരിച്ചു. യേശു നമ്മെ സ്നേഹത്തോടെയും സൗജന്യമായും സ്വീകരിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു വ്യവസ്ഥയും കൂടാതെയാണ് കർത്താവ് നമ്മെ സ്വീകരിച്ചതും സ്നേഹിച്ചതും. അൺകണ്ടീഷണൽ ലവ് എന്ന് പറയും. നമുക്കറിയാം, ഈ ഭൂമിയിലെ മനുഷ്യരുടെ സ്നേഹത്തിലൊക്കെ ചില കാരണങ്ങളും ചില വ്യവസ്ഥകളും, ചിലപ്പോൾ എടുത്തു പറയുകയില്ല, പ്രത്യക്ഷമോ പരോക്ഷമായ ചില കാരണങ്ങളും വ്യവസ്ഥകളൊക്കെ ഉണ്ട്. പഴയ നിയമത്തിലെ വലിയ ഉദാഹരണമാണല്ലോ ദാവീദ് മെഫീബോശത്തിനെ സ്നേഹിച്ച സ്നേഹം, ബോവസ് രൂത്തിനെ സ്നേഹിച്ച സ്നേഹം. ദാവീദ് മെഫീബോശത്തിനെ എന്തുകൊണ്ടാണ് സ്നേഹിച്ചത്? 2 നാം വായിക്കുന്നു, യോനാഥാൻ നിമിത്തം. യോനാഥാൻ ദാവീദിന്റെ സ്നേഹിതനായിരുന്നു. അതുകൊണ്ടാണ് മെഫീബോശത്തിനെ ആ നിലയിൽ സ്വീകരിച്ചതും ഉയർത്തിയതും എല്ലാം. ബോവസ് രൂത്തിനെ സ്നേഹിച്ചത് താൻ ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരനായിരുന്നു. അങ്ങനെ ഒരു ഒബ്ലിഗേഷനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം മാനുഷിക സ്നേഹം എല്ലാം പരിശോധിച്ചാൽ സ്നേഹത്തിൻ്റെയും സ്വീകരണത്തിൻ്റെയും പിന്നിൽ ചില കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ദൈവസ്നേഹത്തിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു കാരണവുമില്ല. ദൈവസ്നേഹം തന്നെ അതുകൊണ്ട് നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് കാരണം കൂടാതെയുള്ള സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് നാം പലപ്പോഴും പറയുന്നത്. അപ്പോൾ ആ നിലയിൽ നമ്മൾ സ്വീകരിക്കണം. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ എല്ലാവരെയും സ്വീകരിച്ചല്ലേ. ഏത് പാപിനിക്കും കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരാമായിരുന്നു അല്ലേ. കർത്താവിനെ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്നാണ് പരീക്ഷന്മാരൊക്കെ കളിയാക്കി വിളിച്ചത്. ഇന്ന് അതൊരു സ്ഥാനപ്പേരായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷേ ഓർക്കണം, എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയാമോ?
ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, അതിൻ്റെ മലയാളം ഇതാണ്: നിന്റെ സ്നേഹിതൻ ആരാണെന്ന് നീ പറയുക, അപ്പോൾ നീ ആരാണെന്ന് ഞാൻ പറയാം. കേട്ടിട്ടുണ്ടോ? നിന്റെ സ്നേഹിതൻ ആരാണെന്ന് നീ പറയുക, അപ്പോൾ നീ ആരാണെന്ന് ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേഹിതന്മാരുടെ സ്വഭാവം നമ്മെ സ്വാധീനിക്കും. അപ്പോൾ വാസ്തവത്തിൽ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന കർത്താവിനെ വിളിച്ചത് ഒരു നല്ല അർത്ഥത്തിലല്ല. അവരുദ്ദേശിച്ചത് എന്താണ്? അവൻ പാപികളുടെ സ്നേഹിതനാണ്, അവൻ പാപിയാണ് എന്നാണ് പറഞ്ഞത്. പരോക്ഷമായിട്ട് അതാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്, നീ പാപിയാണ്, കാരണം നീ പാപികളുടെ സ്നേഹിതനല്ലേ, നീ പാപികളുടെ കൂടെ അല്ലേ എപ്പോഴും നടക്കുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. കർത്താവ് അവരെല്ലാം സ്വീകരിച്ചു. സക്കായിയെ കർത്താവ് സ്വീകരിച്ചു അല്ലേ. സക്കായി ആഗ്രഹിച്ചത് കർത്താവിനെ ഒന്ന് കണ്ടാൽ മതി. അതിനുവേണ്ടിയാണ് താൻ ബന്ധപ്പെട്ട് അത്തിയുടെ മുകളിലൊക്കെ കയറുന്നത്. പക്ഷെ കർത്താവ് എന്താണ് അവിടെ പറഞ്ഞത്? ഞാനിവിടെ നിൽക്കുന്നു, നീ എന്നെ ശരിക്കും കണ്ടു, അങ്ങനെയാണോ പറഞ്ഞത്? ഇറങ്ങിയ ഇന്ന് ഞാൻ നിന്നോടുകൂടെ പാർക്കേണ്ടതാകുന്നത്, ഇനി കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൊന്നും അല്ല, ഞാൻ നിന്റെ വീട്ടിൽ വരാം, നിനക്ക് എന്നെ ശരിക്കും കാണാം, ഞാൻ നിന്നോടുകൂടെ താമസിക്കാം. അത് കേട്ടവർ ആശ്ചര്യപ്പെട്ടു എന്നാണ്. അവനൊരു പാപിയുടെ വീട്ടിൽ പോയി എന്നാണ് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. പാപിനിയായ ഒരു സ്ത്രീ ലൂക്കോസ് 7 വന്ന് തൈലം കൊണ്ട് അഭിഷേകിച്ചപ്പോഴും പലർക്കും അവിടെ ബുദ്ധിമുട്ടുള്ളതല്ലേ. ശിമോനൊക്കെ അതിനകത്ത് വളരെ അസ്വസ്ഥത കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവ് മറുപടി പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരെല്ലാം സ്വീകരിച്ചു. ശമരസ്ത്രീയോട് പരസ്യ സ്ഥലത്ത് വെച്ച് കർത്താവ് സുവിശേഷം പറഞ്ഞു. അന്നത്തെ യഹൂദ സാംസ്കാരിക പശ്ചാത്തലം തെറ്റാണ്. പരസ്യ സ്ഥലത്ത് വെച്ച് സാധാരണ പുരുഷന്മാർ ഒരു സ്ത്രീയോട് അക്കാലത്ത് സംസാരിക്കുകയില്ല, അതും ശമര്യ സ്ത്രീ. ഓർക്കണം, ഈ ശമര്യ സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം അല്ലേ. ഇതെല്ലാം കർത്താവിനും അറിയാം, അവളുടെ പശ്ചാത്തലമൊക്കെ അറിയാം. എന്നിട്ടും ഇങ്ങനെയാണ് കർത്താവ് എല്ലാവരെയും അംഗീകരിച്ചതൊക്കെ. അതിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും പ്രായോഗികമാക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് പറഞ്ഞാൽ ആ ഭാഗം വിടുകയാണ്. കർത്താവ് നമ്മെ അംഗീകരിച്ചു. നമ്മളെ പാപികളായിരുന്നപ്പോൾ, റോമനത്തിൽ നാം വായിക്കുന്ന പാപികളായിരുന്നപ്പോൾ, നാം ബലഹീനരായിരുന്നപ്പോൾ, ശത്രുക്കളും അഭക്തരും ഒക്കെ ആയിരുന്നപ്പോഴാണ് കർത്താവ് സ്വീകരിച്ചത്. അതുപോലെ നാമും സ്വീകരിക്കണം. ഇനി 6ാമത്തെ ചോദ്യം, പൗലോസിൻ്റെ അഭിപ്രായത്തിൽ ക്രിസ്തുവിൻ്റെ ദൗത്യം എന്തായിരുന്നു? നേരത്തെ നമ്മൾ കണ്ടു, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് വന്നത്. ഇനി അല്പം കൂടെ വിശദീകരിച്ച് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. പൗലോസ് പറയുന്നത് യഹൂദന്മാരോടുള്ള ബന്ധത്തിലും ജാതികളോടുള്ള ബന്ധത്തിലും ക്രിസ്തുവിന് ഒരു മിഷൻ അല്ലെ ദൗത്യം ഉണ്ടായിരുന്നു എന്നാണ് പൗലോസ് സ്ഥാപിക്കുന്നത്. അത് അല്പം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ അത് വായിച്ചങ്ങ് പോകാം. ഗോത്രപിതാക്കന്മാരോട്, ആരാണ് ഈ ഗോത്രപിതാക്കന്മാർ? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, പിന്നെ യാക്കോബിൻ്റെ മക്കൾ. യാക്കോബിൻ്റെ മക്കളെയാണ് നമ്മൾ ഗോത്രപിതാക്കന്മാർ എന്ന പേരിൽ സൺഡേ സ്കൂളിലൊക്കെ അവരുടെ പേരുകൾ പഠിക്കാറുണ്ട്. എന്നാൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അവരാണ് ഗോത്രപിതാക്കന്മാർ. ഗോത്രപിതാക്കന്മാരോട് അരുളി ചെയ്തത് നിവർത്തിച്ചുകൊണ്ട്, കാരണം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനൊക്കെ ദൈവം ഉടമ്പടി കൊടുത്ത് അത് വീണ്ടും അത് റിന്യൂ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചത് നവീകരിക്കുന്നുണ്ട്. ആ ഉടമ്പടികളൊക്കെ നിവർത്തിച്ചുകൊണ്ട് യഹൂദന്മാർക്കുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സ്ഥിരീകരിക്കുകയും, അതാണ് യഹൂദനോടുള്ള ബന്ധത്തിൽ കർത്താവ് ചെയ്തത്. നമ്മൾ നേരത്തെ പഠിച്ചത് കഴിഞ്ഞ പ്രാവശ്യം എന്തെല്ലാം യഹൂദന് കിട്ടിയെന്നുള്ള 9ാം അധ്യായത്തിൽ. അവർക്ക് തേജസ്സുണ്ട്, ഉടമ്പടിയുണ്ട്, നിയമങ്ങളുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്. അപ്പോൾ പിതാക്കന്മാരുടെ ചില വാഗ്ദാനങ്ങളൊക്കെ ഉണ്ട്, അത് നിറവേറ്റണം. അതിനുവേണ്ടിയും കൂടാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. യഹൂദനോടുള്ള ബന്ധത്തിൽ അതാണ് അർത്ഥം. ഇനി ജാതികൾക്ക് ഒരു വാഗ്ദാനവും ദൈവം കൊടുത്തിട്ടില്ല. പിന്നെ അവരോട് എന്താണ് കാണിച്ചത്? ജാതികളോട് ദൈവത്തിൻ്റെ കരുണ കാണിക്കുകയും ചെയ്തു. യഹൂദന്മാർക്ക് പിതാക്കന്മാർ കൊടുത്ത വാഗ്ദാനങ്ങളെങ്കിലും അവകാശപ്പെടാം. ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ വളരെ മെച്ചമായിരുന്നു അവർക്ക് പറയാം. ജാതികൾക്കൊന്നുമില്ല. അപ്പോൾ ദൈവം കരുണ കാണിച്ച് അവരെയും രക്ഷിച്ചു. വാസ്തവത്തിൽ എല്ലാവരെയും ദൈവത്തിൻ്റെ പരമാധികാര കരുണയാലാണ് രക്ഷിക്കുന്നത്. എന്നാൽ അബ്രഹാം നേരത്തെ വിശ്വസിച്ചുകൊണ്ട് അബ്രഹാമിനെയും അബ്രഹാമിൻ്റെ സന്തതിയെയും ഒക്കെ തിരഞ്ഞെടുത്തു, വാഗ്ദാനങ്ങൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാം ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവത്തിൻ്റെ കരുണ കാണിക്കുകയും ചെയ്യുക, ഇതാണ് ഉദ്ദേശ്യം. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു ഡ്യൂവൽ പർപ്പസാണ്, ഇരട്ട ഉദ്ദേശ്യമാണ്. യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ പിതാക്കന്മാരോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറ്റുക, ജാതികളോടുള്ള ബന്ധത്തിൽ കരുണ കാണിക്കുക, അനർഹമായ സ്ഥാനത്തുള്ള ചൊരിയുന്ന കരുണ അല്ലെ കൃപ കാണിക്കുക. അങ്ങനെ എല്ലാവരും ആത്യന്തികമായിട്ട് എന്ത് ചെയ്യണം? എല്ലാവരും ദൈവത്തെ അവൻ്റെ രക്ഷയ്ക്കായി മഹത്വപ്പെടുത്തുക എന്നതായിരുന്നു ക്രിസ്തുവിൻ്റെ ദൗത്യം. യഹൂദനാണെങ്കിലും പുറജാതിയാണെങ്കിലും രണ്ടുപേർക്കും രക്ഷ വാഗ്ദാനം ചെയ്തു. അപ്പോൾ രക്ഷിക്കപ്പെട്ട
യഹൂദനും പുറജാതികളും ഒരുമിച്ച് സഭയിൽ വന്നിട്ടുണ്ട്, റോമാ സഭയിൽ. അവരെന്ത് ചെയ്യണം? എല്ലാവരും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാരണം ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, അതുകൊണ്ടാണ് അവരെല്ലാം രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് ആ നിലയിൽ മഹത്വപ്പെടുത്തണം. നമ്മളെ സംബന്ധിച്ച് ശരിയാണ്, ദൈവത്തിൻ്റെ കരുണ ഓർത്താണ് നാം എല്ലാ ആഴ്ചയും കർത്താവിനെ ആരാധിക്കുന്നത്. എപ്പോഴും നമ്മളെ പ്രാർത്ഥനയിലൊക്കെ അത് തന്നെയാണ് മുന്നിട്ട് വരുന്നത്. അടുത്ത പേജ്, 12-ാമത്തെ പേജ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ജാതികളെ ഉൾപ്പെടുത്തുന്നതിനെ പൗലോസ് എങ്ങനെ ന്യായീകരിക്കുന്നു? ഇത് മനസ്സിലാക്കാൻ യഹൂദന് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ പഴയ നിയമത്തിൽ വാക്യങ്ങളുണ്ട്, ജാതികളെയും കൂടെ ദൈവം രക്ഷിക്കുന്നുണ്ട്, വാക്യങ്ങളുണ്ട്. പക്ഷേ യഹൂദൻ അത് കണ്ടില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല. വായിച്ചു കാണും, അവർ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് പല വാക്യങ്ങൾ പൗലോസ് ഉദ്ധരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ റോമർ 15-ന്റെ 9 മുതൽ 12 വരെ നോക്കിയാൽ അവിടെ 4 ഉദ്ധരണികളാണ് നമുക്ക് കാണുന്നത്. ബൈബിളും കൂടെ എടുത്തു വെക്കുക. അവിടെ 4 ഉദ്ധരണികളാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് പൗലോസ് തെളിയിക്കുന്നത്? പഴയ നിയമത്തിലെ വേദഭാഗങ്ങൾ ഉദ്ധരിച്ചാണ് തെളിയിക്കുന്നത്. ജാതികൾ, നോട്ട്സ് വായിക്കുകയാണ്, ജാതികൾ ദൈവത്തെ സ്തുതിക്കുമെന്ന് കാണിക്കുന്ന നിരവധി പഴയ നിയമ ഭാഗങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുന്നു. ശരി, ഇനി ഇവിടെ എഴുതിയിട്ടില്ലാത്തൊരു വാക്യം ഞാനങ്ങ് ചോദിക്കാം. ഈ ജാതികൾക്കും കൂടെ രക്ഷയുണ്ടെന്നുള്ളതിൻ്റെ ഒരു സൂചന ആദ്യം കാണുന്നത് എവിടെയാണ്? പഴയ നിയമത്തിൽ ആദ്യം ഒരു സൂചനയുണ്ട്, അത് അബ്രഹാമിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടോ? ഉൽപ്പത്തി 12-3 ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി 12:3. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു ജാതിയാകും, നീ ഒരു അനുഗ്രഹമാകും എന്ന് പറഞ്ഞ അവസാനം എന്താ പറയുന്നത്? നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും, ഭൂമിയിലെ, അതാ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അന്ന് അബ്രഹാമിനോട് പറഞ്ഞതാണ്. അബ്രഹാം അതിൻ്റെ അർത്ഥമൊന്നും ചിലപ്പോൾ മനസ്സിലാക്കി കാണുകയില്ല, അബ്രഹാമിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല. പിന്നെ വന്ന യഹൂദന്മാരത് മനസ്സിലാക്കിയില്ല. അവരതെല്ലാം അവരുടെ സ്വന്തം, എല്ലാം നമുക്ക് വേണ്ടി മാത്രം, മറ്റാരും വേണ്ട, ആ നിലയിൽ അത് കൊണ്ടുവരണം. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലുള്ള, പഴയകാല ഇസ്രായേലിനോടുള്ള ബന്ധത്തിലുള്ള ഉദ്ദേശ്യം, അത് പ്രവചനങ്ങളൊക്കെ പറയുന്നുണ്ട്, അവരെ ലോകത്തിൻ്റെ വെളിച്ചമാക്കുക എന്നുള്ളതായിരുന്നു. അവരിൽ കൂടെ മറ്റു ജാതികളെല്ലാം ഈ വെളിച്ചം കാണണം, അവർ യഹോവയിലേക്ക് വരണം, അതാണ് ആഗ്രഹിച്ചത്. അതിനുവേണ്ടിയാണ് അവരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തത്. ഈ നിങ്ങളോ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും വിശുദ്ധ വംശസ്വന്തം എന്നൊക്കെ നമ്മൾ പുതിയ ഉദ്ധരിക്കുന്നല്ലോ, ഇത് പഴയത്തിലെ വാക്യമാണ്, ആവർത്തനം 19-ലെ വാക്യമാണ്. ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് മോശെ, പക്ഷെ അവരതിൽ പരാജയപ്പെട്ടു. അപ്പോഴാണ് സഭയ്ക്ക് അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അത് ഇസ്രായേൽ മനസ്സിലാക്കില്ല. അബ്രഹാമിനോട് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭൂമിയിലെ സകല വംശങ്ങളും, സകല ജാതികളും അനുഗ്രഹിക്കണം. ഈ ജാതി എന്നുള്ള വാക്ക് തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ പിന്നെ എൻ്റെ നോട്ട്സ് തന്നെ പറയുന്നുണ്ട്, ഈ നമുക്ക് ഈ ജാതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ, ഹൈന്ദവ പശ്ചാത്തലത്തിൽ ഒരു ജാതി വ്യവസ്ഥയുണ്ടല്ലേ. ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്. കേരളത്തിൽ മറ്റു പല ജാതി വ്യവസ്ഥ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ അതും ആ വാക്ക് വരും. പക്ഷേ ജാതികൾ എന്ന് ബൈബിൾ പറയുന്നതെല്ലാം പീപ്പിൾ ഗ്രൂപ്പ്സ്, ജനതകൾ, അല്ലെ ജനസമൂഹം എന്ന അർത്ഥത്തിലാണ്. യഹൂദനല്ലാത്ത അനേകരുണ്ട്, യവനന്മാരുണ്ട്, റോമാക്കാരുണ്ട്, ഇന്ത്യക്കാരുണ്ട്, എല്ലാം അവരെല്ലാം പല പല ജാതികൾ എന്നാണ് പറയുന്നത്. ആ അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ജനസമൂഹങ്ങൾ നിന്നിൽ, അതാ സകല വംശങ്ങൾ എന്നാണ് ഉപയോഗിച്ചത്, സകല വംശങ്ങളും നിന്നിൽ അനുഗ്രഹിക്കപ്പെടും എന്നാണ് പറയുന്നത്. ഇനി അതിന് പല വാക്യങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ പറഞ്ഞേക്കുന്ന വാക്യങ്ങൾ നോട്ട്സിൽ ചിലതൊന്ന് വായിക്കാമോ? സങ്കീർത്തനം 18:49, വേറൊരാൾക്ക് ആവർത്തനം 32:43, 4 ഉദ്ധരിച്ചിട്ടുണ്ട്. 2-3 വായിക്കാം, പലരായിട്ട് വായിച്ചാൽ മതി. സങ്കീർത്തനം 18:49 അല്ലേ? ജാതികളുടെ മധ്യേ, അവിടെ ദാവീദാണ് എഴുതിയേക്കുന്നത്. ദാവീദ് ഒരു പക്ഷേ അത് എഴുതുമ്പോൾ ദൈവം ചെയ്ത വിടുതലിനെ കുറിച്ച് ഞാൻ മറ്റുള്ള ജാതികളെ അറിയിക്കും, പുറജാതികളുടെ മധ്യത്തിൽ നിന്നെ സ്തുതിക്കുന്നതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ പൗലോസ് അതിൻ്റെ ഒരു പ്രാവചനിക നിവൃത്തി ഉദ്ധരിക്കുകയാണ്. പഴയ നിയമത്തിലെ പല പ്രവചനങ്ങൾക്കും പല വാക്യങ്ങൾക്കും ഒന്നിൽ കൂടുതൽ നിവൃത്തികളുണ്ട്. ഇമ്മീഡിയറ്റ് ഫുൾഫിൽമെൻ്റ് എന്ന് പറയും, അത് അക്കാലത്ത് തന്നെ നിവർത്തിച്ചു. എന്നാൽ ഒരു റിമോട്ട് ഫുൾഫിൽമെൻ്റ് ഉണ്ട്, അത് പുതിയ കാലത്ത് നിവർത്തിച്ചു. ഇനിയും ചിലത് ഭാവിയിൽ നിവർത്തിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ ഒരു പ്രവചനത്തിന് തന്നെ പല തരത്തിലുള്ള, പല സമയത്തുള്ള നിറവേറലുകളുണ്ട്. അപ്പോൾ ദാവീദ് ഒരു പക്ഷേ ഇത്രയും ഉദ്ദേശിച്ച് കാണുകയില്ല, താൻ സ്തുതിക്കുന്ന കാര്യമാണ് പറയുന്നത്. പക്ഷേ പൗലോസ് പറയുകയാണ്, ഇതെല്ലാം ഭാവിയിൽ പുറജാതികൾ രക്ഷിക്കപ്പെട്ട് സഭയിൽ ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന കാര്യമാണ് എന്നാണ് പൗലോസ് പറയുന്നത്. ആവർത്തനം 32:43.
ജാതികളെ അവൻ്റെ ജനത്തോടുകൂടെ നോക്കുക വ്യത്യാസം. അവൻ്റെ ജനം എന്ന് പറഞ്ഞാൽ ഇസ്രയേലാണ്. ജാതികളെ നിങ്ങളും വന്ന് ഉല്ലസിക്കുന്ന മോശ പറയുക, മോശയുടെ അന്തിമ പ്രഭാഷണമാണല്ലോ ജാതികളെ. ഇപ്പോൾ മോശയ്ക്ക് ഒരുപക്ഷെ മോശയുടെ സ്വന്തമല്ല ഈ വാക്കുകളൊന്നും, ദൈവത്തിൻ്റെ ആത്മാവ് പറയിപ്പിച്ചതാണ്. അപ്പം ജാതികൾക്കും കൂടെ അന്ന് തുറന്നു കൊടുക്കുന്നുള്ള സൂചന അവിടെ ഉണ്ട്. 117 ഒന്നാം വാക്യം, സകല ജാതി സകല ജാതികളും ആരെയും വിട്ടുകളഞ്ഞിട്ടില്ല. അപ്പോൾ ദൈവത്തിന് മുഖപക്ഷമൊന്നുമില്ല. ദൈവത്തിൻ്റെ പരിപാടി ക്രമാനുഗതമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുന്നു, പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തിരഞ്ഞെടുക്കുന്നു, ജാതിയെ തിരഞ്ഞെടുക്കുന്നു. ഒടുവിൽ അവരുടെ കൂടെ മശിക വരണമല്ലോ ഈ ഭൂമിയിൽ. അതിനുവേണ്ടി ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി വേണം. അങ്ങനെയാണ് ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുന്നത്, അല്ല മറ്റു മഹത്വമൊന്നും അവർക്കില്ല. എന്നാൽ ഭാവിയിൽ എല്ലാവരും ലോകം മുഴുവൻ അറിയണം. അതുകൊണ്ടാണ് ഗ്രേറ്റ് കമ്മീഷൻ, മഹാനിയോഗം കൊടുത്തപ്പോൾ കർത്താവ് എന്നാണ് പറഞ്ഞത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് അവൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തി അങ്ങനെ സകല ജാതികളെയും ശിഷ്യരാക്കണം, സകല പീപ്പിൾ ഗ്രൂപ്പ്സിനെ ശിഷ്യരാക്കണം. അങ്ങനെ സുവിശേഷം എല്ലാവർക്കും കൊണ്ട് തുറന്നു കൊടുക്കുകയാണ്. സുവിശേഷം യൂണിവേഴ്സലാണ്, സാർവത്രികമാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മളും ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടത്. അത് കേട്ട് അപ്പോസ്റ്റലന്മാരൊക്കെ ലോകം മുഴുവൻ അന്ന് സഞ്ചരിച്ചുകൊണ്ട്, 1-ാം നൂറ്റാണ്ടിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ട്, ഇവിടെ തോമസ് അപ്പോസ്റ്റലൻ വന്നതുകൊണ്ട് നമ്മളും ആ നിലയിൽ പിൽക്കാലത്ത് ഭാഗ്യം ഉണ്ടായി. പിൽക്കാലത്ത് പിന്നെ മിഷണറിമാരും ധാരാളം വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയാണ്, അല്ലാതൊന്നും പറയാനില്ല. അല്ലെങ്കിൽ ഈ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കേരളത്തിൽ കിടക്കുന്ന നമ്മളെങ്ങനെ സുവിശേഷം കേൾക്കും? അത് മാനുഷികമായി ചിന്തിച്ചാലും വലിയ സാധ്യത ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയിൽ ദൈവം അതിനുവേണ്ടി ആളുകളെ ഒരുക്കി എന്ന് മാത്രം. അപ്പം അടുത്ത വാചകം, അനേകം പഴയ നിയമ പ്രവചനങ്ങളുടെ നിവൃത്തിയാണിതെന്ന് പൗലോസ് സ്ഥാപിക്കുകയാണ്. അനേകം പഴയ നിയമ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. ശരി, അങ്ങനെ വന്നതുകൊണ്ട് ഇന്ന് ആരാണ് നമ്മുടെ പിതാവ്? അബ്രഹാം നമ്മുടെ പിതാവാണോ? 8-9 അത് കുറിച്ചോ? എല്ലാത്തരം 3:16 8-9. അങ്ങനെ വിശ്വാസിയെ അബ്രഹാമിനോട് കൂടി, അബ്രഹാം അങ്ങനെയാണ് നമ്മുടെ പിതാവായത്. വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്ന ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വേറെ വാക്യമുണ്ട്, മറ്റേ റോമാലേഖനത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ അബ്രഹാം വിശ്വാസിന്റെ പിതാവായി. വാസ്തവത്തിൽ എബ്രായനായ അബ്രഹാം നമ്മൾ തമ്മിൽ എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ല, രക്തബന്ധമില്ല. പക്ഷേ വിശ്വാസത്താൽ നാം അബ്രഹാമിൻ്റെ മക്കളായി തീർന്നു. യഹൂദൻ മാത്രമല്ല, നമ്മളെല്ലാവരും അബ്രഹാമിൻ്റെ മക്കളാണ്. വലിയൊരു പദവി ദൈവം തന്നിരിക്കുകയാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണ്, അതുപോലെ വിശ്വാസിയായ അബ്രഹാമിൻ്റെ മക്കളാണെന്നാണ് പുതിയ നിയമം പഠിപ്പിക്കുന്നത്. അപ്പോൾ ജാതികളെ ദൈവം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഓർക്കണം, അക്കാലത്ത് ഒരു യഹൂദന് ഇത് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. വാസ്തവത്തിൽ യഹൂദന്മാരും പുറജാതി പശ്ചാത്തലത്തിലുള്ളവരും കൂടെ ഒരുമിച്ച് വന്ന് ഒരു സഭയിൽ ഒരുമിച്ചിരുന്ന് ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത് അക്കാലത്തെ ഏറ്റവും വലിയ വിപ്ലവമായിരുന്നു, റവല്യൂഷനായിരുന്നു. നമ്മൾ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷനേക്കാളും റഷ്യൻ റവല്യൂഷനേക്കാളും ഒക്കെ വലുതായിരുന്നു. ഇതാണ് ഏറ്റവും വലിയ വിപ്ലവം. അത് അസാധ്യമായൊരു കാര്യമാണ്. എന്നാൽ അതൊന്നും നടന്നു. അതിന് കാരണം നമ്മുടെ കർത്താവ് തന്നെയാണ്, കർത്താവിൻ്റെ ക്രൂശുമരണം തന്നെയാണ്. അത് നാം മറന്നു പോകരുത്. അടുത്ത 8-ാമത്തെ ചോദ്യം, റോമർ 15:13 വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പൗലോസിൻ്റെ പ്രാർത്ഥന എന്താണ്? ഒന്ന് വായിച്ചിട്ട് ഉത്തരത്തിലേക്ക് വരാം. റോമർ 15:13 ബൈബിൾ എല്ലാവരും തുറന്നു വയ്ക്കുക. ഇനിയുള്ളതൊക്കെ അപ്പോൾ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. പ്രത്യാശ നൽകുന്ന ദൈവം സമാധാനം, സന്തോഷം, പ്രത്യാശ ഇവ കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറട്ടെ. എങ്ങനെ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയ്ക്കുമാറാകട്ടെ. സമാധാനം, സന്തോഷം, പ്രത്യാശ, ഇത് മൂന്നും ക്രിസ്ത്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, എന്താണ് ഇവിടെ പറയുന്ന സന്തോഷം? സാഹചര്യങ്ങൾക്ക് അതീതമായ സന്തോഷം. പൗലോസിനും ശീലാസിനും ഒക്കെ ജയിലിൽ അനുഭവിക്കാൻ കഴിഞ്ഞ സന്തോഷം. അല്ലാതെ ബാഹ്യമായ ഒരു ആളുകളെ കാണുമ്പോൾ ചിരിക്കുന്ന ഒരു ചിരിയല്ല. അതിനേക്കാൾ ഉപരിയായിട്ടൊരു ആന്തരികമായ അനുഭവമാണ് ക്രിസ്തീയ സന്തോഷം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കിട്ടുന്നത്? പരിശുദ്ധാത്മാവിൽ. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്ന് പറഞ്ഞ് അവിടെ എഴുതിയിരിക്കുന്ന 9 കൂട്ടം കാര്യങ്ങൾ. രണ്ടാമത്തെ എന്താണ്? സ്നേഹം, സന്തോഷമാണ്. എന്താണ് ഈ സമാധാനം എന്ന് പറയുന്നത്? സന്തോഷം എന്നുള്ളതിൽ ഞാൻ വിശദീകരിച്ചിട്ട് കൂടുതൽ പറയുന്നില്ല. എന്താണ് ഈ സമാധാനം? സമാധാനത്തെക്കുറിച്ചുള്ള 2 പ്രയോഗങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. റോമർ 5:1 നാം വായിക്കുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക്
ദൈവത്തോട് സമാധാനം. ശ്രദ്ധിക്കണം, ദൈവത്തോട് ആ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇംഗ്ലീഷിലൊക്കെ വ്യക്തമാണ്, പീസ് വിത്ത് ഗോഡ്. എന്നാൽ ഫിലിപ്പിയർ 4:7 എന്താണ് പറയുന്നത്? വേണമെങ്കിൽ ചുമ്മാ കുറിക്കുക. റോമർ 5:1 ഫിലിപ്പിയർ 4:7 രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന് പീസ് വിത്ത് ഗോഡ് ആണ്, റോമർ 4:7 പീസ് ഓഫ് ഗോഡ്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങൾ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കുമാറാകട്ടെ. എന്താണ് ഇത് തമ്മിലുള്ള അർത്ഥവ്യത്യാസം? എന്താണ് ഈ പീസ് വിത്ത് ഗോഡ് എന്ന് പറയുന്നത്? ദൈവത്തോടുള്ള സമാധാനം. വേദപുസ്തകത്തിന്റെ കാഴ്ചപ്പാടിൽ ദൈവം പരമാധികാരിയായ ന്യായാധിപതിയാണ്. മനുഷ്യരെ പാപം ചെയ്തതോടുകൂടെ മനുഷ്യൻ ദൈവത്തിൻ്റെ ശത്രുവായി മാറി. ദൈവമായിട്ട് ശത്രുവല്ല, മനുഷ്യൻ ശത്രുവായിട്ട് മാറി. ദൈവത്തോട് നോ പറഞ്ഞ് ശത്രുപക്ഷത്ത് ചേർന്നു. അതുകൊണ്ടാണ് നമ്മളെ ശത്രുക്കൾ എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടാത്തവർ ശത്രുക്കളാണ്. അപ്പോൾ ഒരു ശത്രുത ദൈവവും മനുഷ്യനും തമ്മിൽ ഉണ്ടായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. ആ ശത്രുത അവസാനിപ്പിച്ച് സമാധാന ബന്ധം, അല്ലേ? രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ തുടരുമ്പോൾ പിന്നെ ആരെങ്കിലും ഒരു മധ്യസ്ഥൻ വന്ന് എന്ത് ചെയ്യും? അവരെ യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് അപ്പോൾ നമ്മൾ പറയും ഒരു സമാധാന കരാറിൽ അവർ ഒപ്പിട്ടു, അല്ലേ? ഒരു സമാധാന കരാറിൽ ഒപ്പിട്ടു. ആ വാക്ക് തന്നെയാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ സമാധാനമാണ് ദൈവത്തോട് സമാധാനം. രക്ഷിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ ശത്രുവായി ജീവിച്ചൊരു പാപി രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ മകനായി. അങ്ങനെ ദൈവത്തോടുള്ള സമാധാന ബന്ധം അവനെ കിട്ടി. ഓക്കെ, അത് ദൈവത്തോടുള്ള സമാധാനം. എന്നാൽ ഫിലിപ്പിയർ 4:7 പറയുന്ന സമാധാനം എന്താണ്? ദൈവസമാധാനം. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തോടുള്ള സമാധാനം കിട്ടിയവർക്ക് അനുദിന ജീവിതത്തിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും അനുഭവിക്കാൻ കഴിയുന്ന ആന്തരികമായ സമാധാനമാണ്, അല്ലെ, സ്വസ്ഥതയാണ് സമാധാനം. ഞാൻ ഒന്നുകൂടെ പറയാം. രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ഏത് പ്രതികൂല സാഹചര്യത്തിലും അനുഭവിക്കാൻ കഴിയുന്ന ആന്തരികമായൊരു സ്വസ്ഥതയുണ്ട്. അതാണ് ദൈവസമാധാനം. അർത്ഥവ്യത്യാസം മനസ്സിലായോ? രക്ഷിക്കപ്പെട്ട നമുക്കെല്ലാം ദൈവത്തോട് സമാധാനമുണ്ട്. അതിന് പിന്നെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല, അത് തീർന്ന കാര്യമാണ്. എന്നാൽ രണ്ടാമത്തേത് അനുദിന ജീവിതത്തിൽ നാം അനുഭവിക്കണം. അത് നാം വളർത്തിയെടുക്കേണ്ടതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ഫലം പറയുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം അവിടെയും വരുന്നുണ്ട്. ഞാൻ ഒന്നിൻ്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ബൈബിളിൽ നിന്ന് തന്നെ പറയാം. പഴയ നിയമത്തിൽ ഈ ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ട കാര്യം വായിക്കുന്നുണ്ട്, അല്ലേ? ദാനിയേൽ 6-ാം അധ്യായത്തിൽ. അതിനകത്തൊരു ഭാഗത്ത് ഈ സിംഹത്തിൻ്റെ കുഴിയിൽ വീണ ദാനിയേലിൻ്റെ ആ കാര്യം പറയുമ്പോൾ ഈ ദാരിയാവേശ് രാജാവ് അന്ന് രാത്രിയിൽ ഉറങ്ങിയില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാജാവ് എന്താണ് ഉറങ്ങാത്തത്? നല്ല MFO മത്തലല്ലേ കിടന്നത്, പട്ടുമത്തെ കിടന്ന ആളല്ലേ, എന്താണ് ഉറങ്ങാത്തത്? രാജാവിനൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. നേരം വെളുക്കുന്നതിന് ഉറങ്ങാതെ കിടന്നു. അതെന്തിനാണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? രണ്ട് ഉദ്ദേശമുണ്ട്. രാജാവ് ഉറങ്ങിയില്ല, പക്ഷെ വേറൊരാൾ ഉറങ്ങി. അതിന് വാക്യമില്ല, അത് പരോക്ഷമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൻ്റെ ഒരു ശൈലിയാണ്. ഇത് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല, തൻ്റെ സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെട്ടു. ദാനിയേൽ ഉറങ്ങി. എനിക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, നമുക്കെല്ലാവർക്കും ബുദ്ധിമുട്ട്. എങ്ങനെ ദാനിയേലിന് ഉറങ്ങാൻ കഴിയും? ഈ സിംഹത്തിൻ്റെ ഗുഹയിലിട്ടാണ്. ഓക്കെ, നമ്മൾ പറയും, തീർച്ചയായും പറയാം, ദൈവം സിംഹത്തിൻ്റെ വായടച്ച് സിംഹത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? സിംഹം ഒരു ആട്ടിൻകുട്ടിയെ പോലെ ആയി. അതുകൊണ്ട് ഒരു സിംഹത്തിൻ്റെ ദേഹത്ത് തല വെച്ച് മറ്റേ സിംഹത്തിൻ്റെ പുറത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കാണും. ദാനിയേൽ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇതാണ് ദൈവസമാധാനം എന്ന് പറയുന്നത്. പ്രതികൂല സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന സമാധാനം. അത് പഴയ നിയമത്തിലെ ഉദാഹരണം. പുതിയ നിയമത്തിൽ വേറൊരു ഉദാഹരണമുണ്ട്. റോമർ 12-ന്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ് പറയുന്നത്. ഹെരോദാവ് സഭയിൽ ചിലരെ കൊല്ലാൻ വേണ്ടി കൈനീട്ടി. യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദകരമായെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? പത്രോസിനെയും അറസ്റ്റ് ചെയ്തു, അല്ലേ? പത്രോസിനെ കാരാഗൃഹത്തിലാക്കി. പക്ഷേ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, പെസഹ പെരുന്നാൾ കഴിഞ്ഞാൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ തുടർന്ന് ആരംഭിക്കുക. അതുകൊണ്ട് ഇത് കുറച്ച് നാളത്തേക്ക് നീട്ടിവെച്ചു. ഏത്? പത്രോസിനെ കൊല്ലുന്നു. 5-ാം വാക്യം നമുക്കറിയാം. അന്ന് രാത്രി സഭ എന്ത് ചെയ്തു? അല്ലെ, എന്ന് പറഞ്ഞാൽ പത്രോസിനെ, ഈ ദിവസങ്ങൾ കുറേ കഴിഞ്ഞ് പത്രോസിനെ വിസ്തരിച്ച് കൊല്ലേണ്ട ആ ദിവസത്തിൻ്റെ തലേ രാത്രിയിൽ സഭ എന്ത് ചെയ്തു? സഭ പത്രോസിന് വേണ്ടി ഒരു മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു എന്ന് വായിക്കുന്നത്. ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു. നല്ല കാര്യം. അന്നും ഇന്നും എന്നും
സഭ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കൂട്ടുവിശ്വാസികൾക്ക് ഒരു ആവശ്യമോ പ്രശ്നം ഉണ്ടായാൽ സഭ എന്ത് ചെയ്യണം? മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാം, വീട്ടിലും പ്രാർത്ഥിക്കാം, നല്ല കാര്യം. അത് മനസ്സിലാക്കണം. 6-ാം വാക്യം മനസ്സിലാക്കാനാണ് വലിയ ബുദ്ധിമുട്ട്. 6-ാം വാക്യം ഓർമ്മയുണ്ടോ? അന്ന് രാത്രി പത്രോസ് എന്താണ് ചെയ്തത്? പത്രോസ് പ്രാർത്ഥിക്കുകയായിരുന്നു. പത്രോസ് ഇരു ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. അങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പത്രോസിന് എങ്ങനെ അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞു? പിറ്റേ ദിവസം തല പോകുന്ന പ്രശ്നമാണ്. പത്രോസിന് അറിയത്തില്ല അന്ന് രാത്രി ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുമെന്നോ തന്നെ വിടുവിക്കുന്നെന്നും പത്രോസിന് ഒരു സൂചന പോലുമില്ല. മരണം പ്രതീക്ഷിച്ച് കഴിയുകയാണ്. കാരണം യാക്കോബിനെ ദൈവം വിടുവിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പത്രോസിനെയും അന്ന് കൊല്ലേണ്ടതാണല്ലേ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പത്രോസിന് എങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞു? ഇങ്ങനെ ചിന്തിക്കുക. ഇതെല്ലാം നമുക്ക് പ്രായോഗികമാക്കണമല്ലോ. ഈ പത്രോസിന്റെ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പിറ്റേ ദിവസം നമ്മളെ തൂക്കിക്കൊല്ലുമെന്നറിയാം, അല്ലെ വാളുകൊണ്ട് കൊല്ലുമെന്നറിയാമെങ്കിൽ തലേ രാത്രി നമ്മൾ എന്ത് ചെയ്യും? അല്ല, നമ്മളൊക്കെ ഭക്തന്മാരല്ലേ, നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാം ഏറ്റവും കുറഞ്ഞ് പ്രാർത്ഥിക്കും, അല്ലേ? സംശയമൊന്നുമില്ല, നമ്മളെല്ലാം പ്രാർത്ഥിക്കും. അല്ലാതെ ഓൾനൈറ്റ് പ്രെയർ എന്ന് വെച്ചാൽ ആരും വരത്തില്ല. അത് തെറ്റൊന്നുമില്ല, പ്രാർത്ഥിക്കണം. പത്രോസ് അങ്ങനല്ലേ ചെയ്യേണ്ടത്? പത്രോസ് എന്താണ് പ്രാർത്ഥിക്കാതെ കിടന്നത്? പ്രാർത്ഥിച്ചതാ കിടന്നത്. പക്ഷേ ഈ നേരം വെളുക്കുന്നേരം പ്രാർത്ഥിക്കണ്ടായിരുന്നു. സഭ മുഴുവൻ പ്രാർത്ഥിക്കുക പത്രോസിന് വേണ്ടി. പത്രോസ് പ്രാർത്ഥിച്ചാണ്, പ്രാർത്ഥിച്ച കർത്താവിനെ പരമേൽപ്പിച്ചു, പിന്നെ കിടന്നുറങ്ങി കൂർക്കം വലിച്ചാണ്. അല്ല, 2 പേരും കൂടെ ഉറക്കളത്തിരിക്കുന്നല്ലേ. അങ്ങനെ മിഷണറി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ 2 പേരും കൂടെ ഉറക്കളക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെയാണ് മനസ്സിലാക്കാൻ പ്രയാസം. അതാണ് സ്വസ്ഥത, അല്ലെ ദൈവിക സമാധാനം എന്ന് പറയുന്നത്. പത്രോസ് അറിയാം, പക്ഷേ മരിക്കുമായിരിക്കും. മരിച്ചാൽ എന്തോ കുഴപ്പം? കർത്താവിനും വിട്ടുപിരിഞ്ഞാൽ കർത്താവിനോടല്ലേ. ആ ഒരു ധൈര്യവും പ്രത്യാശയും ഉണ്ടായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത് ആരെങ്കിലും ആയിരുന്നെങ്കിൽ, ആരെങ്കിലും സ്ലീപ്പിംഗ് പിൽസ് തന്നാൽ പോലും അന്ന് രാത്രി ഉറങ്ങയില്ല. എന്നാലും ഉറക്കം വരത്തില്ല നമുക്ക്. കാരണം അതുപോലെ നമ്മുടെ ബി പി കൂടുന്നല്ലേ. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് പലപ്പോഴും നമ്മളെ വിശ്വാസത്തിലേക്കും പ്രത്യാശയിലേക്കും നയിക്കുന്നത്, അല്ലേ? 10 ദിവസം ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതാണ് ഈ ദൈവസമാധാനത്തിന് ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ബൈബിളിൽ ഉദാഹരണമുണ്ട്. പിന്നെ ഈ പൗലോസൊക്കെ ജയിലിൽ കിടന്നപ്പോഴൊക്കെ ഇത് അവരെല്ലാം അനുഭവിച്ചിട്ടുണ്ട്, ദൈവസമാധാനം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് എന്താ പ്രാർത്ഥിക്കുന്നത്? അവർക്ക് സന്തോഷം കിട്ടണം എന്ന് വെച്ചാൽ ആത്മീയ സന്തോഷം, സമാധാനവും പ്രത്യാശ. എന്താണ് നമ്മുടെ പ്രത്യാശ? കർത്താവ് വരും, നാം അവനെ മുഖാമുഖം കാണും. എപ്പോൾ മരിക്കുമെന്നൊക്കെ അറിയത്തില്ല, എങ്ങനെ മരിക്കുമെന്നും അറിയത്തില്ല. അതൊക്കെ അറിയാതിരിക്കുന്നതുകൊണ്ട് സ്തോത്രമല്ലേ. ഒന്നും നമുക്കറിയത്തില്ല. നാളെ എന്ത് നടക്കും അതും അറിയത്തില്ല. അതെല്ലാം കർത്താവിന് ഫലമേൽപ്പിച്ചിരിക്കുക. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഉറപ്പാണ്, വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ. കൂടാരമായ ഭവംപോലം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനം. ഇതൊക്കെ നമുക്കറിയാം. അതാണ് നമ്മുടെ പ്രത്യാശ, ആ വാഗ്ദാനം. അങ്ങനെയാണ് പ്രത്യാശ ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ പ്രത്യാശയും പ്രതീക്ഷയും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ ഈ ലോക മനുഷ്യരും ഈ പ്രതീക്ഷ എന്നുള്ള അർത്ഥത്തിൽ പ്രത്യാശ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ടല്ലേ. പ്രത്യാശയും പ്രതീക്ഷയും വേറെയാണ്. ഉദാഹരണത്തിന്, ഇന്ന് രാത്രിയിൽ മഴ പെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പെയ്യുമെന്ന് ഉറപ്പൊന്നുമില്ല, എൻ്റെ ഒരു പ്രതീക്ഷയാണ്. ഞാൻ അന്തരീക്ഷമൊക്കെ നോക്കുമ്പോൾ എനിക്കങ്ങ് തോന്നുന്നതാണ് മഴ പെയ്തേക്കും. അത് ഗ്യാരണ്ടി ഒന്നുമല്ല, അല്ലേ? അതാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. എന്നാൽ പ്രത്യാശ അങ്ങനല്ല. പ്രത്യാശ ഒരു ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. വിശ്വാസമുണ്ടോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്തവരെ നിശ്ചയം എന്ന് പറഞ്ഞ പോലെ അതാണ് നമ്മുടെ ഉറപ്പുണ്ട്. നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. നമുക്ക് കേവലം പ്രതീക്ഷയല്ല ഉള്ളത്. ഉദാഹരണത്തിന് ലോക മനുഷ്യർക്കും ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചോദിച്ചാൽ ഈ ലോകത്തിലെ പല മനുഷ്യർക്കും ചില ഊഹങ്ങളൊക്കെ ഉണ്ടല്ലേ, ചില പ്രതീക്ഷകളുണ്ട്. പഴയൊരു സംഭവമാണ്, ഈ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചിരുന്നു കേരളത്തിൽ. ഓർമ്മയുണ്ടോ? പുള്ളിയുടെ പുസ്തകങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ മലയാളത്തിലെ? എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ പുസ്തകമൊക്കെ ഉണ്ടല്ലോ. പാത്തുമ്മയുടെ ആട്, അല്ലേ? ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവമാണ്. എനിക്കറിയാം 80-കളിലാണെന്ന് തോന്നുന്നു. അന്ന് ഈ പഴയ കാലത്തെ ഒരു പ്രസിദ്ധനായ സിനിമാ നടനായിരുന്നു പ്രേം നസീർ. നമ്മളൊന്നും സിനിമ കാണുന്നവരുണ്ടെങ്കിൽ ആ പേര് പറഞ്ഞാൽ അറിയാമല്ലോ. ഈ പ്രേം നസീർ മരിച്ചപ്പോൾ ഈ വൈക്കം മുഹമ്മദ് ബഷീർ ഒരു പ്രസ്താവന നടത്തി. അതന്ന് മനോരമയിലൊക്കെ പിറ്റേ ദിവസം അടിച്ചു വന്നു. അദ്ദേഹം പറഞ്ഞത്, പ്രേം നസീർ മരിച്ചു പോയി
ഈ മലയാളത്തിലെ ആ വാക്ക് നല്ല വാക്കാണ് കേട്ടോ, മരിച്ച് പോയി. ഇംഗ്ലീഷിൽ അങ്ങനെ ആശയം വരുന്നില്ല, മരിച്ചു പോയി അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പ്രേം നസീർ മരിച്ചു പോയി. ഒരു ദിവസം ഞാനും, മുഹമ്മദ് ബഷീർ പറയുകയാണ്, ഞാനും മരിച്ചു പോകും. അടുത്ത വാചകം, എങ്ങോട്ടാണ് ആവോ അള്ളായ്ക്ക് മാത്രം അറിയാം എന്ന് പറഞ്ഞു. എങ്ങോട്ടാണ് ആവോ അള്ളായ്ക്ക് മാത്രം അറിയാം. ഒരു പിടിയില്ല എങ്ങോട്ടാണ് പോകുന്നത്. ആഗ്രഹമുണ്ട് എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം, പക്ഷെ അദ്ദേഹത്തിന് ഉറപ്പൊന്നുമില്ല. അതാണ് സത്യം പറഞ്ഞു. പ്രേംനസീർ മരിച്ചുപോയി, ഞാനും മരിച്ചു, എങ്ങോട്ടാണോ അള്ളായ്ക്ക് മാത്രം അറിയാം. അദ്ദേഹം തുറന്നു പറഞ്ഞു. വാസ്തവത്തിൽ ഈ ലോകത്തിലെ രക്ഷിക്കപ്പെടാത്ത എല്ലാ മനുഷ്യരുടെ അവസ്ഥ അത് തന്നെയാണ്. എങ്ങോട്ടാണെന്ന് ഒരു പിടിയുമില്ല, അല്ലേ? അപ്പോൾ എന്നാൽ അതല്ല ഈ പ്രത്യാശ എന്ന് പറയുന്നത്. നമുക്ക് മാത്രമേ ഉള്ളൂ ഗ്യാരണ്ടി, ഉറപ്പുണ്ട്. കാരണം നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ വരും. അതുപോലെ നിങ്ങൾ വിട്ടുപിരിഞ്ഞാൽ നാം കർത്താവിനോട് ക്രിസ്തുവിനോട് കൂടെ പൗലോസ് എഴുതിയിട്ടുണ്ട്, ധാരാളം വാക്യങ്ങളുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. അവിടെയാണ് ബ്ലസ്സഡ് ഹോപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയാണ്, അനുഗ്രഹീതമായ പ്രത്യാശയാണ് നമ്മുടേത്. അത് നിത്യജീവന്റെ പ്രത്യാശയാണ്. അങ്ങനെ പല വാക്കുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടണം. നമുക്ക് സന്തോഷം വേണം, അന്നത്തെ ജീവിതത്തിൽ സമാധാനം വേണം. ആത്യന്തികമായി പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കണം. പ്രത്യേകിച്ചും ഇതൊക്കെ എഴുതുമ്പോൾ നാം മനസ്സിലാക്കണം, 1-ാം നൂറ്റാണ്ടിൽ പീഡ വർദ്ധിച്ചു വരികയാണ്. വിശ്വാസികൾക്കൊന്നും സുരക്ഷിതത്വമില്ല. ഇന്ത്യയിലും അത് ക്രമേണ കൂടിക്കൂടി വരികയാണ്. എത്ര നാൾ ജീവിക്കുന്നതൊന്നും ഒരു ഉറപ്പുമില്ല. അതുകൊണ്ടാണ് ഈ പ്രത്യാശയുടെ കാര്യം പിന്നെയും പൗലോസ് പറയുന്നത്. ഓക്കെ, അടുത്തിലോട്ട് ഞാൻ പോട്ടെ. 9-ാമത്തെ ചോദ്യം, ജാതികളോടുള്ള തൻ്റെ ശുശ്രൂഷയെ പൗലോസ് എങ്ങനെ വിവരിക്കുന്നു? താൻ ജാതികളുടെ അപ്പോസ്തലനാണെന്ന് പൗലോസ് തന്നെ പറയുന്നുണ്ടല്ലോ, വേറെ ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ ജാതികളുടെ അപ്പോസ്തലനാണ്. വാസ്തവത്തിൽ അപ്പോസ്തലത്തിൽ 9:15 കൂടെ കുറിക്കുക. 9:15 അവിടെ പൗലോസിൻ്റെ മാനസാന്തര സമയത്ത് തന്നെ ദൈവം അനന്യാസിൽ കൂടെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ജാതികളോട് സുവിശേഷം പറയാൻ വേണ്ടി ഉള്ള ഒരു പാത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും ദൈവം പറയുന്നുണ്ട്. അപ്പോൾ അന്നേ പറഞ്ഞതാണ്. അപ്പോൾ ജാതികളുടെ അപ്പോസ്തലനാണ്. പക്ഷെ അതിന് എങ്ങനെയാണ് കണ്ടത്? നോട്ട്സ് അങ്ങ് വായിക്കാം. ജാതികളോടുള്ള തൻ്റെ ശുശ്രൂഷയെ ക്രിസ്തു യേശുവിൻ്റെ ശുശ്രൂഷകനാകാനുള്ള ദൈവത്തിൻ്റെ കൃപയാലുള്ള വിളിയായിട്ടാണ് പൗലോസ് വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഈ വിളി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ദൈവം വിളിച്ചു. എഫേസ്യർ 4:1 നാം വായിക്കും, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാണ് നടപ്പിൽ. എന്താണ് ഈ വിളി എന്നുള്ളതുകൊണ്ട് പുതിയ നിയമത്തിൽ അർത്ഥമാക്കുന്നത്? വിളി എന്നുള്ള വാക്കിൻ്റെ അക്ഷരാർത്ഥം നോക്കിയാൽ ഒരു ക്ഷണം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, അല്ലേ? ഞാനിവിടെ നിന്നുകൊണ്ട് ഹലോ ബ്രദർ പ്ലീസ് കം എന്ന് പറഞ്ഞാൽ വിളിയാണ്, ഒരാളെ കൊണ്ട് ക്ഷണിക്കുകയാണ്. എന്നാൽ വേദപുസ്തകം ശ്രദ്ധിച്ച് മനസ്സിലാക്കാം, വേദപുസ്തകത്തിൽ വിളി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും നിയമനവുമാണ്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും നിയമനമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിക്കുന്നത് 1 പത്രോസിൽ നാം വായിക്കേണ്ടത്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ സംശയം തോന്നുന്നു, എന്തിനാണ് ഈ വാക്ക് പൗലോസ് ഉപയോഗിക്കുന്നത്? വാസ്തവത്തിൽ ബൈബിളിലെ വാക്കുകൾക്കൊക്കെ ചരിത്ര പശ്ചാത്തലമുണ്ട്, എല്ലാവരും ഞാൻ പറയുന്നില്ല. ഇത് മാത്രം പെട്ടെന്ന് പറഞ്ഞു. എന്താണ് ഈ വിളി എങ്ങനെയാണ് നിയമനമാകുന്നത്, അപ്പോയിൻമെൻ്റ് ആകുന്നത് എങ്ങനെയാണ്? പൗലോസ് ഇത് എഴുതുമ്പോൾ നമുക്കറിയാം, അക്കാലത്ത് രാജാക്കന്മാരാണ് ലോകം ഭരിക്കുന്നത്, അല്ലേ? രാജാക്കന്മാരുണ്ട്. രാജാവ് ഒരാളിനെ ഒരു ജോലിക്ക് വേണ്ടി നിയമിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇന്നാണെങ്കിൽ എങ്ങനെയാണ്? ഒരു ജോലി കിട്ടണമെങ്കിൽ PSC പരീക്ഷയൊക്കെ അല്ലേ, അല്ലെ ഇൻ്റർവ്യൂവിന് പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ തരും. ഏത് തൊഴിലാണെങ്കിലും ലെറ്റർ തരും, അതുകൊണ്ട് പോയി ജോയിൻ ചെയ്യണം. അല്ല, അക്കാലത്ത് അങ്ങനെയല്ല. രാജാവിന് ഒരാളിനെ ഇഷ്ടം തോന്നിയാൽ രാജാവ് ഒരു സ്ഥാനപ്പേരിട്ടങ്ങ് വിളിക്കും. രാജാവ് ഒരാളെ മന്ത്രി എന്ന് വിളിച്ചു പോയോ ആ നിമിഷം അദ്ദേഹം മന്ത്രിയാണ്. രാജാവ് ഒരുത്തൻ സൈന്യാധിപൻ എന്ന് വെച്ചാൽ അത് സൈന്യാധിപനായി. രാജാവ് വിളിച്ചാൽ മതി. അപ്പോൾ വിളി സമം നിയമനം, അത് മറന്നു പോകരുത്. ഇനി അത്രയും പഴക്കമില്ലാത്തൊരു സംഭവം കൂടെ അങ്ങ് പറയാം, ചരിത്ര സംഭവമാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് കേട്ടിട്ടുണ്ടല്ലോ, ഫ്രാൻസിലെ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അതിൻ്റെ മിലിറ്ററി ലീഡർ അല്ലെങ്കിൽ സർവ്വസൈന്യാധിപനും ചക്രവർത്തിയൊക്കെ ആയിരുന്നു അദ്ദേഹം. ജീവിച്ചിരുന്നാലത്തെ ഒരു ചരിത്ര സംഭവം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാ ദിവസവും തൻ്റെ പട്ടാളത്തെ എല്ലാം ഒരു പരേഡായിട്ട് വലിയ ഗ്രൗണ്ടിൽ നിർത്തും. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം വരും ഈ പരേഡ് പരിശോധിക്കാൻ വേണ്ടി, നമ്മുടെ ഗാർഡ് ഓഫ് ഓണർ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അക്കാലത്ത് വാഹനങ്ങളൊന്നുമില്ല, കുതിരപ്പുറത്താണ് ഈ രാജാക്കന്മാരൊക്കെ സഞ്ചരിക്കുന്നത്, കുതിരപ്പുറത്താണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം താനിങ്ങനെ വന്നു, ഒരു കുതിരയെ എന്നും റെഡിയാക്കി നിർത്തിയിരിക്കും. ഇത് കുതിരപ്പുറത്ത് കയറിയിട്ട് പിന്നെ ഈ പട്ടാളം ഇങ്ങനെ നിരനിരയായി നിൽക്കുകയാണ്. അതിനിടയ്ക്ക് സ്ഥലമുണ്ട്, അതിനിടയ്ക്ക് കൂടെ സഞ്ചരിച്ചാണ് ഇവരെ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ കുതിരപ്പുറത്ത് കയറാൻ വേണ്ടി
ഈ നെപ്പോളിയൻ ഒന്ന് തുടങ്ങിയപ്പോൾ ഈ കുതിര അല്പം ഒന്ന് ചലിച്ചു അല്ലേ. ഈ കുതിരയ്ക്കും ആനയ്ക്കൊക്കെ അങ്ങനത്തെ പ്രശ്നമുണ്ട്. ചില സമയത്ത് ഒരു നെഴല് കണ്ടാലും മതി, കുതിര അനങ്ങാതെ നിന്ന് കുതിര പെട്ടെന്നൊന്ന് അതിൻ്റെ ചൂടുകളൊന്ന് മാറ്റി. ഓർക്കണം, ചക്രവർത്തി കുതിരപ്പുറത്ത് കയറാൻ തുടങ്ങിയാണ്. അപ്പോഴാണ് ഈ കുതിര ചലിച്ചത്. അപ്പോൾ ചക്രവർത്തി ഏതാണ്ട് താഴെ വീഴുമെന്നുള്ളൊരു ഘട്ടം വന്നു. ഞാൻ പൂർണ്ണമായിട്ട് കയറിയില്ല, പകുതിയായപ്പോഴാണ് കുതിര അനങ്ങിയത്. അപ്പോൾ ഇത് ഇത്രയും പട്ടാളക്കാരെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ സംഭവം. മുൻനിരയിൽ നിന്ന ഒരു സാധാരണ പട്ടാളക്കാരൻ, ഇവിടെ വലിയ ഇദ്ദേഹമാണ് കമാൻഡ് ജനറൽ, പിന്നെ ഉള്ള കമാൻഡർ, ബ്രിഗേഡിയർ, അവരൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുകയാണ്. ഏറ്റവും മുൻനിരയിലാണ് സാധാരണ പട്ടാളക്കാരൻ നിൽക്കുന്നത്. മുൻനിരയിൽ നിന്നൊരു സാധാരണ പട്ടാളക്കാരൻ ഇത് കണ്ടിട്ട് ഓടിച്ചെന്ന് ഈ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ച് കുതിരയെ നിശ്ചലമാക്കി ഈ ചക്രവർത്തി ഒരു കൈ കൊണ്ട് സഹായിച്ചു, കയറാൻ വേണ്ടി സഹായിച്ചു. അവിടെ ചക്രവർത്തി വീണില്ല, താൻ കയറി കഴിഞ്ഞപ്പോൾ താൻ തിരിഞ്ഞു നോക്കി, വളരെ സന്തോഷമായി. എന്നിട്ട് ഈ പട്ടാളക്കാരൻ പറഞ്ഞു, താങ്ക് യു മിസ്റ്റർ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു. താങ്ക് യു മിസ്റ്റർ ക്യാപ്റ്റൻ. എന്തോ സന്തോഷത്തിൻ്റെ കൂടെ പറഞ്ഞു പോയതാണ്, ഒരു അബദ്ധത്തിൽ പറഞ്ഞതാണ്. അദ്ദേഹം ക്യാപ്റ്റനൊന്നും അല്ല, ഓർക്കണം, അദ്ദേഹം സാധാരണ പട്ടാളക്കാരനാണ്. ഈ മനുഷ്യൻ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? ഇത് കേൾക്കാത്ത താമസം താൻ ഓടിപ്പോയി ക്യാപ്റ്റന്മാർ നിൽക്കുന്ന നിരയിൽ അങ്ങ് നിന്നു. ക്യാപ്റ്റന്മാരുടെ റോ ഉണ്ട് പുറകിൽ, അവിടെ പോയി നിന്നു. അപ്പോൾ അവർ ചോദിച്ചു, നീ എന്തിനാ എവിടെ നിൽക്കുന്നത്, നീ മുമ്പിൽ നിന്ന ആളല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചക്രവർത്തി എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചു, അതുകൊണ്ട് ഇന്ന് പോലും ഞാൻ ക്യാപ്റ്റനാണ്. എങ്ങനെ ഉണ്ടല്ലേ? പക്ഷേ ചരിത്രമാണ്, ചക്രവർത്തി വിളിച്ചാൽ ചക്രവർത്തിക്ക് ഒരു അത് റദ്ദാക്കാൻ പറ്റുകയില്ല. തന്നെ അന്ന് പിന്നെ ക്യാപ്റ്റനായിട്ട് അവരോധിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. നോക്കുക, ചക്രവർത്തി ഒരാളെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചാൽ ക്യാപ്റ്റനായി, ചക്രവർത്തി കമാൻഡർ എന്ന് വിളിച്ചാൽ കമാൻഡറായി. ഇതാണ് ഇതിൻ്റെ ചിത്രം. പൗലോസ് ഈ പശ്ചാത്തലത്തിലാണ് ഇതൊക്കെ എഴുതുന്നത്. 1-ാം നൂറ്റാണ്ടിലെ പശ്ചാത്തലം നാം മനസ്സിലാക്കിയാലേ ബൈബിൾ ആസ്വദിക്കാൻ കഴിയുള്ളൂ. ഇവിടെ പൗലോസ് എന്ന് പറയുന്നത്, നിങ്ങളെ ദൈവം വിളിച്ചു. എന്തിനു വേണ്ടി? രക്ഷയ്ക്ക് വേണ്ടിയും ഓരോ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും വിളിച്ചിട്ടുണ്ട്. പൗലോസിനെ രക്ഷയ്ക്ക് വേണ്ടി വിളിച്ചുകാരെ റോമർ 1:3 താൻ 1:7 പറയുന്നുണ്ട്. അതുപോലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചുകാരെ 1:3 പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ എല്ലാം ദൈവം വിളിച്ചിട്ടുണ്ട്. എന്ത് പേരിലാണ് വിളിച്ചത്? നീതിമാന്മാർ, വിശുദ്ധന്മാർ. എങ്ങനെയാണ് ഈ വിശ്വാസികൾ വിശുദ്ധന്മാരായെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവം അങ്ങനെ അങ്ങ് വിളിച്ചു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ എല്ലാം ദൈവം എന്ത് വിളിച്ചു? പിതാവ് എന്ത് വിളിച്ചു? വിശുദ്ധനാണ്. അങ്ങനെ നമ്മൾ വിശുദ്ധന്മാരായി. ആ വിളി കൊണ്ടാണ് നാം വിശുദ്ധന്മാരായത്. അതുകൊണ്ടാണ് എഫേസ്യർ 4:1 നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ വിളി എന്ന് പറയുന്നത് ഒരു നിയമനമാണ്. വേണ്ട എഴുതിക്കൊള്ളുക, നിയമനം എന്നാണ് അർത്ഥം. കൃപയാലുള്ള നിയമനമാണ്. ഇപ്പോൾ പൗലോസ് പറയുകയാണ് എന്നെ ദൈവം നിയമിച്ചിരിക്കുകയാണ് ജാതികൾക്ക് വേണ്ടി. അടുത്ത വാചകം പൗലോസ് വിളിയായിട്ടാണ് പൗലോസ് വിശേഷിപ്പിക്കുന്നത്. അടുത്ത വാചകം പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട സ്വീകാര്യമായ വഴിപാടായി, എന്നുവെച്ചാൽ ദൈവത്തിന് സ്വീകാര്യമായ വഴിപാടായി ജാതികളെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു പുരോഹിതനായിട്ടാണ് പൗലോസ് തന്നെ കാണുന്നത്. ഞാൻ വിശദീകരിക്കാം. പൗലോസിൻ്റെ ആലങ്കാരിക ഭാഷയാണ്. പൗലോസ് പറയുന്നത്, ഞാനിപ്പോൾ ദൈവത്തിന് വേണ്ടി ഒരു പുരോഹിതനാണ്. എന്താണ് ഈ പുരോഹിതനും പ്രവാചകനും തമ്മിലുള്ള അർത്ഥവ്യത്യാസം? പഴയ നിയമത്തിലെ പുരോഹിതന്മാരും പ്രവാചകന്മാരും ഉണ്ടായിരുന്നല്ലോ. ഇന്ന് നമ്മളെല്ലാം രാജകീയ പുരോഹിതന്മാർ ആണ്. പുരോഹിതൻ, ശ്രദ്ധിക്കുക, പുരോഹിതൻ ജനത്തിൻ്റെ പ്രതിനിധിയായിട്ട് ദൈവത്തോട് സംസാരിക്കുക. ജനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജനത്തിനു വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നു, ജനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ യാഗവും വഴിപാടും അർപ്പിക്കുന്നു. ഇതാണ് പുരോഹിതൻ്റെ ജോലി. പ്രവാചകനും നേരെ തിരിച്ചാണ്, ദൈവത്തിനു വേണ്ടി മനുഷ്യരോട് സംസാരിക്കുന്നു. ഇത് രണ്ടും പരസ്പര പൂരകമാണ്. പുരോഹിതൻ മനുഷ്യനു വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ യാഗം കഴിക്കുന്നു. പ്രവാചകൻ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കും, അത് മനുഷ്യരുടെ മുമ്പിൽ വന്ന് മനുഷ്യരോട് പറയുക. ഇവിടെ പറയുക, ഞാനൊരു പുരോഹിത ശുശ്രൂഷയാണ് ചെയ്തത്. എങ്ങനെ? എന്താണ് ഞാൻ അർപ്പിക്കുന്നത്? വഴിപാടായിട്ട് അർപ്പിക്കുന്നത്. മനസ്സിലായോ? എന്താണ് അർപ്പിക്കുന്നത്? ജാതികളെ, എന്നുവെച്ചാൽ രക്ഷിക്കപ്പെടുന്ന ജാതികൾ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്ന പുരോഹിതനാണ് ഞാൻ. പൗലോസ് ആരാണ്? മിഷണറിയാണ് നമ്മൾ പറയല്ലേ, സുവിശേഷകനാണ്, മിഷണറിയാണ്. പൗലോസ് അതിനെ അല്പം കൂടെ ഉയർന്ന തലത്തിലേക്ക് പറയുകയാണ്, ഞാനൊരു പുരോഹിത ശുശ്രൂഷയാണ് ചെയ്യുന്നത്. പക്ഷെ എന്താണ് ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്നത്? വഴിപാടും യാഗവുമായിട്ട് അർപ്പിക്കുന്നത് എന്താണ്? മൃഗങ്ങളെയല്ല, പണമല്ല, ഈ രക്ഷിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ ദൈവത്തിന് അർപ്പിക്കുക. അതാണ്
എൻ്റെ ദൗത്യം എന്നാണ് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായെന്ന് കരുതുന്നു. 10ാമത്തെ ചോദ്യം, ശുശ്രൂഷയിൽ പൗലോസിൻ്റെ അഭിലാഷം എന്താണ് പൗലോസിൻ്റെ ആത്യന്തിക അഭിലാഷം? 15ാം അധ്യായത്തിലെ അവസാനത്തെ ചോദ്യമാണ്. മറ്റൊരാളുടെ അടിത്തറയിൽ പണിയുകയല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ പേര് പറയപ്പെടാത്ത സ്ഥലത്ത് ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അൺറീച്ച്ഡ് ആയിട്ടുള്ള പ്ലേസസ്, സുവിശേഷം കേട്ടിട്ടില്ലാത്ത സ്ഥലത്ത്, പുതിയ സ്ഥലത്ത് ചെന്ന് സുവിശേഷം പ്രസംഗിക്കുക വളരെ ഉന്നതമായൊരു ലക്ഷ്യമാണ്. പൗലോസ് അത് സാധിച്ചു. ഇന്ന് ചെയ്യുന്നവരുണ്ടല്ലേ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ പൈനറിങ് മിഷണറീസ് എന്ന് പറയും, ഫ്രണ്ട് ലൈൻ മിഷണറീസ് അല്ലേ. വില്യം കേറി ഇന്ത്യയിൽ വന്നപ്പോൾ അന്നത്തെ ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന തൻ്റെ സഭക്കാർ പോലും തന്നെ നിരുത്സാഹപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അവർ പോകണ്ട എന്നാണ് പറഞ്ഞത്. ഇന്ത്യയിലെ ഈ പുറജാതികളെ രക്ഷിക്കാൻ ദൈവത്തിന് ആഗ്രഹമാണ്, ദൈവം രക്ഷിച്ചോളും, യങ് മാൻ യു മൈൻഡ് യുവർ ബിസിനസ് എന്നാണ് അന്നത്തെ മൂപ്പന്മാർ വില്യം കേരിയോട് പറഞ്ഞത്. പക്ഷെ എന്നിട്ടും അദ്ദേഹം വന്നു. അങ്ങനെ അദ്ദേഹം വന്നതുകൊണ്ടാണ് വാസ്തവത്തിൽ വടക്കേന്ത്യയിലെ അനേക ഭാഷകൾ, 13ഓളം ഭാഷകളിൽ ബൈബിൾ ഉണ്ടായതും ഇന്ന് അവരെല്ലാം അനേക ക്രിസ്ത്യാനികളായതും. അങ്ങനെ അനേകർ പൈനറിങ് മിഷണറീസായിട്ട് കേരളത്തിലും വന്നില്ലേ. ഇതാണ് പൗലോസ് ചെയ്യുന്നത്. ഇത് പറഞ്ഞതുകൊണ്ട് ഇനി അങ്ങനത്തുള്ള ശുശ്രൂഷ മാത്രമേ ദൈവം അംഗീകരിക്കത്തുള്ളൂ എന്ന് അർത്ഥമില്ല കേട്ടോ. പൗലോസിൻ്റെ അഭിലാഷം പറയുകയാണ്, അങ്ങനെ ഒരു കോളിംഗ് ഉള്ളവരെ ചെയ്യണം. ഒരു ക്രിസ്തുവിനെ കുറിച്ച് ആരും കേട്ടിട്ടില്ലാത്തൊരു പുതിയ സ്ഥലത്ത് ചെന്ന് അവിടെ താമസിച്ച്, ഞാൻ നേരത്തെ ഹഡ്സൺ ടൈലറുടെ കാര്യം തന്നെ പറഞ്ഞല്ലോ, അവരുടെ ഭാഷ പഠിച്ച്, അവരുടെ ഭക്ഷണം കഴിച്ച്, അവരുടെ ജീവിതശൈലിയിൽ ജീവിച്ച് അങ്ങനെ സുവിശേഷം പറയാൻ ദർശനവും വിളിയും ഉള്ളവർ തീർച്ചയായിട്ടും അത് ചെയ്യണം. അല്ലാതുള്ളതും പ്രവർത്തനമാണ് കേട്ടോ. കാരണം പൗലോസിന് അനേകം സഹപ്രവർത്തകരുണ്ടായിരുന്നല്ലേ. തീമോത്തിയോസ് നല്ലൊരു ഉദാഹരണമാണ്, തീത്തോസ്. അവരൊക്കെ പൗലോസ് സ്ഥാപിച്ച സഭകൾ പൗലോസ് പോകുമ്പോൾ പിന്നെന്ത് ചെയ്തു? ആ വിശ്വാസികളെ ശുശ്രൂഷിക്കുന്ന, അവർക്ക് ആത്മീയ വർധനവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ശുശ്രൂഷയാണ് ഇവരൊക്കെ ചെയ്തത്. ഇന്ന് പക്ഷേ പലപ്പോഴും നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നല്ലേ, മറ്റുള്ളവർ ഇട്ട അടിത്തറയിൽ വീണ്ടും പണിയുന്നവരാണ്. അതും വേണം. എന്നാൽ പൗലോസിൻ്റെ ദർശനമാണ് എഴുതിയിരിക്കുന്നത്, മറ്റൊരാളുടെ അടിത്തറയിൽ പണിയാതെ ക്രിസ്തുവിൻ്റെ പേര് പറയപ്പെടാത്ത സ്ഥലത്ത് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന അങ്ങനെ ഒരു മുന്നണി പോരാളി, പൈനറിങ് മിഷണറി ആയിരുന്നു പൗലോസ്. ഓക്കെ, പെട്ടെന്ന് 16ാം അധ്യായത്തിലേക്ക് വരാം. 5ാം അധ്യായത്തിന് ഞാൻ കൂടുതൽ സമയം എടുത്തു. 16ാം അധ്യായത്തിൽ 1-ാം വാക്യം ഒന്ന് വായിക്കുക. ഓക്കെ, ഇവിടെ 16ാം അധ്യായം അത് ഉപസംഹാര അധ്യായമാണ്. ഇത് തുടങ്ങുമ്പോൾ ഒരു സഹോദരിയുടെ പേര് പറഞ്ഞാണ് ഇത് ആരംഭിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, സഹോദരിയാണ് കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായ ഫേബ. എവിടെയാണ് ഈ കെങ്ക്രയ? ഞാൻ നേരത്തെ പറഞ്ഞു, പൗലോസ് ഈ ലേഖനം എഴുതുന്നത് കൊരിന്തിൽ ഇരുന്നു കൊണ്ടാണ്. കൊരിന്തിൽ അടുത്തുള്ള ഒരു തുറമുഖ പട്ടണമാണ് കെങ്ക്രയ. അവിടെ ഒരു സഭയുണ്ടായിരുന്നു 1-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ അവിടുത്തെ ഒരു സഹോദരിയുടെ കാര്യമാണ് പറഞ്ഞത്. ശുശ്രൂഷക്കാരത്തി, ഡീക്കണസ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ പല തർജ്ജമകളിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഡീക്കണസ്, ശുശ്രൂഷക്കാരത്തി. ഈ ഫേബയുടെ ജോലി എന്തായിരുന്നു? ഇന്നിപ്പോൾ എനിക്കറിയത്തില്ല നമ്മുടെ എത്ര സഭകളിൽ ഇങ്ങനെ ഡീക്കണസ് എന്നുള്ള സ്ഥാനപ്പേരിൽ സഹോദരിമാരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിലും തെറ്റൊന്നുമില്ല. എന്തായിരിക്കാം ഈ സഹോദരി ചെയ്തുകൊണ്ടിരുന്നത്? അതൊക്കെ തിമോത്തിയോസ് ലേഖനത്തിൽ ഡീക്കണസിൻ്റെയും ഡീക്കൺസിൻ്റെയും ഒക്കെ ശുശ്രൂഷ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ന്യായമായിട്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഡീക്കണസ് എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സപ്പോർട്ടിങ് മിനിസ്ട്രിയാണ്. പൗലോസ് പറയുന്നുണ്ട്, എനിക്കും എന്നെ സഹായിച്ച 2-ാം വാക്യത്തിൽ പറയുന്നു, പലർക്കും വിശേഷം എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. ഏത് സഹായമാണ് ചെയ്തത്? സഹായം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഏതൊക്കെ നിലയിലുള്ള സഹായത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും? നമ്മളൊക്കെ സഹായം ചെയ്യുന്നവരല്ലേ അല്ലേ? നമ്മളൊക്കെ സഹായം ചെയ്യുന്നവരും സഹായം സ്വീകരിക്കുന്നവരുമാണ് അല്ലേ? പരസ്പരം സഹായിക്കാൻ നമുക്ക് ജീവിക്കാൻ ഈ ഭൂമിയിൽ പറ്റത്തില്ല. നമുക്കെല്ലാം സഹായം ആവശ്യം. എന്തായിരിക്കാം? സാമ്പത്തികമാകാം, ആഹാരം കൊടുക്കുന്നതാകാം, രോഗികളെ സന്ദർശിക്കുന്നതാകാം, പ്രാർത്ഥിക്കുന്നതെല്ലാം സഹായമാണ്. വാസ്തവത്തിൽ പ്രീച്ചിങ് മിനിസ്ട്രി എന്ന് പറയുന്നത് മൈക്കിൻ്റെ തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഹെൽപ്പിംഗ് മിനിസ്ട്രിയാണ് കൂടുതൽ. അതെല്ലാവർക്കും ചെയ്യാം. അത് വലിയൊരു പോയിന്റാണ്. അവിടെ സഹോദരനെന്നോ സഹോദരനോ ഭേദമില്ല, എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഈ ഹെൽപ്പിംഗ് മിനിസ്ട്രി. പക്ഷെ പലപ്പോഴും നമുക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല അല്ലേ? നമുക്ക് താല്പര്യമെല്ലാം 4 പേര് അറിയുന്ന, മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്ന, സ്റ്റേജിൽ നിൽക്കുന്ന ശുശ്രൂഷയൊക്കെ താല്പര്യം. അതിലിവിടെ ഫേബയെ അഭിനന്ദിക്കുകയാണ്. അവൾ അനേക സാഹചര്യം എനിക്കും
ഒരുപക്ഷേ ഫേബ നേരത്തെ കൊരിന്തിലുണ്ടായിരുന്ന ഉണ്ടായിരിക്കും, എനിക്കും സഹായം ചെയ്തിട്ടുണ്ടെന്ന് പൗലോസ് എടുത്തു പറയുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്താണ് ഈ ഫേബ പല സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ഒരു സഹോദരിയും കൂടെ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇപ്പം കൊരിന്തിൽ നിന്ന് ലേഖനം എഴുതി കെങ്കറയ സഭയിലെ ശുശ്രൂഷക്കാരിയായ ഫേബ ഒരു പക്ഷേ കൊരിന്തിൽ വന്നു കാണും പൗലോസിനെ കാണാൻ. അപ്പോൾ ഈ ഫേബ വശമാണ് ഇറ്റലിയിലേക്ക് അല്ലെ റോമിലേക്ക് ഈ കത്ത് കൊടുത്തയക്കുന്നത്. അപ്പോൾ ഫേബയെക്കുറിച്ചുള്ള കമൻറ്റേഷനാണ്. എന്നെ സഹായിച്ച ആളാണ്, അനേകരെ സഹായിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് ഫേബയെ പരിചയമില്ല, പക്ഷേ വരുമ്പോൾ അവളെ മാന്യമായിട്ട് സ്വീകരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഈ അധ്യായത്തിലെ പൗലോസിൻ്റെ ആശംസകളുടെ പട്ടിക എന്താണ് വെളിപ്പെടുത്തുന്നത്? ഇനി ഈ അധ്യായം വായിച്ചാൽ ധാരാളം വ്യക്തികളുടെ പേര് പറയുന്നുണ്ട്. ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, എന്നാൽ എണ്ണി നോക്കിയാൽ പറയുന്നത് 25ഓളം ആളുകളുടെ പേരുകൾ പൗലോസ് ഈ ഒരൊറ്റ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട്. മൊത്തം 26 വാക്യങ്ങളേ ഉള്ളൂ. 25ഓളം ആളുകളുടെ പേരുകൾ, ഫേബയെ തുടങ്ങി 25ഓളം ആളുകളുടെ പേരുകൾ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇന്നല്ല, അല്ലെ വീട്ടിച്ചതിന് ശേഷം പിന്നെ എണ്ണി നോക്കാം. എന്താണിത് കാണിക്കുന്നത്? ഇത്രയും പേരുടെ പേര് പൗലോസ്, ഞാൻ അത്ഭുതപ്പെടാണ് പൗലോസ് അങ്ങനെ ഇതെല്ലാം ഓർത്തിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ അനേക സ്ഥലങ്ങളിൽ പോകുന്ന ആളാണ്. ഈ പേരുകൾ ഓർത്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഞാൻ വളരെ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ എൻ്റെ ഒരു പ്രെയർ ലിസ്റ്റൊക്കെ ചിലരുടെ പേരൊക്കെ എഴുതിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട്. പേരുകൾ ഓർത്തിരിക്കുന്ന ചിലർക്ക്, പ്രത്യേകിച്ച് സഹോദരിമാർക്ക് പേരുകൾ ഓർത്തിരിക്കാൻ കുറച്ചൊരു കൃപയുണ്ടല്ലേ? ഞങ്ങളുടെ ശരിയല്ലേ? സഹോദരിമാർക്കും സ്ത്രീകൾക്കും ആനകൾക്കും മറവിയില്ലെന്നൊരു ചൊല്ലുണ്ട്. അതിൻ്റെ അർത്ഥമൊന്നും ചോദിക്കരുത്. അപ്പോൾ പൊതുവേ ഓർമ്മയുണ്ട്, എനിക്കറിയാം, എന്നെക്കാട്ടിലും ഓർമ്മയുണ്ട് എൻ്റെ ഭാര്യയ്ക്ക്. എനിക്ക് അത്രയും ഓർമ്മയില്ല. പേരുകളൊക്കെ ഓർത്തിരിക്കാനും ആളുകളെ ഓർത്തിരിക്കാനും ഒക്കെ എനിക്ക് വളരെ പ്രയാസമാണ്. പല സ്ഥലങ്ങളിലും പോകുന്നു, പലപ്പോഴും ചിലപ്പോൾ ആളുകളൊക്കെ എന്നെ വന്ന് പരിചയപ്പെടും, സാറിന് എന്നെ പരിചയമില്ലേ, പക്ഷെ പലപ്പോഴും നമുക്ക് പേര് ഓർമ്മയില്ല. പക്ഷെ കുറേയൊക്കെ ഓർത്തിരിക്കണം, അത്യാവശ്യമാണ്. എനിക്ക് ഈ പെട്ടെന്ന് ഓർമ്മ വരുന്ന VP ജേക്കബ് സാർ എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു പണ്ട് തിരുവനന്തപുരത്ത്. ബാംഗ്ലൂരിലെ അനേക ആളുകൾ താൻ സുവിശേഷനായിരുന്നു. എം വി ചെറിയാൻ സാറിൻ്റെ കാലത്ത് എം വി ചെറിയാൻ സാർ മധുരയിൽ പോയ സമയത്ത് താൻ കർണാടകയിൽ സുവിശേഷത്തിലേക്ക് പോയത്. അവസാന കാലത്ത് താൻ തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് കുന്നൂരി സഭയിലും പിന്നെ പേരുക്കടയായിരുന്നു സ്ഥിരതാമസമായത്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹത്തിന് ആളുകളുടെ സഭയിലെ എല്ലാവരുടെയും പേര്, കുട്ടികളുടെ വരെ പേരറിയാമായിരുന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ട് സാറോട് എങ്ങനെയാണ് ഓർത്തത്? മറ്റൊന്നുമല്ല, ഞാൻ പറയുന്നത് താൻ ഈ അവരുടെ എല്ലാം പേര് താൻ അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ, പേരെല്ലാം ബുക്കിൽ എഴുതിയിട്ട് അവർക്ക് വേണ്ടി എല്ലാം സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കും. ഇപ്പോൾ അതല്ല, പേരല്ല, പെറ്റ് നെയിം അറിയാം. ഞാൻ ചിലപ്പോൾ സാറിനെ വിളിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ സാധാരണ എൻ്റെ ഒഫീഷ്യൽ നെയിമേ പറയാറുള്ളൂ, ഞാൻ വർഗീസ് ജോണാണ്. അദ്ദേഹം ചോദിക്കും സാൻകുട്ടിയാണ്, എൻ്റെ പെറ്റ് നെയിം സാൻകുട്ടി എന്ന്. അതുവരെ അദ്ദേഹത്തിന് അറിയാം. ആലോചിച്ച് നോക്കുക. അതുപോലെ എല്ലാവരുടെയും അത്ര ഓർമ്മയായിരുന്നു. പക്ഷെ വെറുതെ അല്ല, ഓർക്കാൻ ഒറ്റ മാർഗ്ഗതേ ഉള്ളൂ, പ്രാർത്ഥിക്കാൻ ആരംഭിക്കാൻ. ഇന്നൊരു തീരുമാനം എടുത്ത് പോവുക. മറ്റുള്ള വ്യക്തികളെയൊക്കെ, ഇന്ന് കണ്ടവരെയും പരിചയപ്പെട്ടവരെയൊക്കെ പേരെഴുതിയിട്ട് അവർക്ക് പ്രാർത്ഥിച്ചാൽ പേര് മറക്കത്തില്ല. അതൊന്ന് പരിശീലിച്ച് നോക്കുക. ഈ പൗലോസ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ടാണ് ഈ പേര് ഓർത്തത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് വ്യക്തിപരമായൊരു താല്പര്യം ഉണ്ടായിരുന്നു. പൗലോസ് തന്നെ കൊലോസ്യൻന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഞാൻ അവർക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പൗലോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എന്താ? താനിങ്ങനെ ഓടി അന്ന് സുവിശേഷം പ്രസംഗിച്ചു. അത് മാത്രമല്ല, തൻ്റെ രഹസ്യ ജീവിതത്തിലൊക്കെ അനേക സമയം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താൻ സമയം വേർതിരിച്ചു. നമ്മളൊക്കെ അത് ശീലിക്കണം. ഞാൻ ഉത്തരങ്ങൾ വായിക്കാം. ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്നേഹവും നിരവധി വിശ്വാസങ്ങളുമായുള്ള ആഴത്തിലുള്ള ബന്ധം, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് കാണിക്കുന്നു. ആദിമസഭയ്ക്കുള്ളിലെ ഐക്യത്തെയും വൈവിധ്യത്തെയും ഇത് പ്രതിഫലിപ്പിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഈ ലിസ്റ്റ് നോക്കിയാൽ അതിൽ കുറേ പേര് അത് യഹൂദന്മാരുടെ പേരുകളാണ്, എന്നാൽ യവനന്മാരുടെ പേരുകളുണ്ട്, പുറജാതികളുടെ പേരുണ്ട്, പല തരത്തിലുള്ള പേരുണ്ട്, തീർന്നില്ല. പുരുഷന്മാരുടെ പേരുണ്ട്, പിന്നെ സ്ത്രീകളുടെ പേരുണ്ട്, എല്ലാം ഉണ്ട്. ഈ ലിസ്റ്റ് പഠിക്കണം. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. എല്ലാവരെയും താൻ ബഹുമാനിച്ചിരുന്നു. അല്ല, യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല താൻ പ്രാർത്ഥിച്ചത്, അല്ല യവനന്മാർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവരും. അതാണ് അവസാനത്തെ വാക്യത്തിൻ്റെ അർത്ഥം. ആദിമസഭയ്ക്കുള്ള ഐക്യത്തെയും വൈവിധ്യം, ഡൈവേഴ്സിറ്റി, ഇത് പ്രതിഫലിപ്പിക്കുന്നു ഈ പേരിൽ നിന്ന്. മൂന്നാമത്തെ ചോദ്യം, പ്രിസ്കില്ലയും അക്വിലാസും ആരായിരുന്നു? അവർ പൗലോസിന് വേണ്ടി എന്തായിരുന്നു ചെയ്തത്? ഇനി ആർക്കെങ്കിലും വായിക്കാമോ നോട്ട്സ്? മൂന്നാമത്തെ ചോദ്യത്തിന് ഓക്കെ, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അവർ ദൈവഭക്തരായ ഭാര്യ ഭർത്താക്കന്മാരാണ്, കുടുംബമായിട്ട് ദൈവത്തെ സേവിച്ച വ്യക്തികളാണ് അല്ലേ? നമ്മുടെ കല്യാണ പ്രസംഗത്തിലും പ്രാർത്ഥനയിലൊക്കെ നമ്മൾ പലപ്പോഴും അവരുടെ കാര്യം ഉദ്ധരിക്കാറുണ്ടല്ലേ?
കർത്താവെ ഈ ദമ്പതികളെ അക്കുലാവിനെയും ബ്രിസ്കലിനെയും പോലെ ആക്കണമെന്നൊക്കെ പറയാറുണ്ട്. നല്ലൊരു മാതൃകാ ദമ്പതികൾ, ഭക്തരായ ആളുകൾ. ഓക്കെ, അടുത്ത വാചകം. അസാധാരണമായ വിശ്വസ്തയും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് പൗലോസിനെ സംരക്ഷിക്കാൻ അവർ സ്വന്തം ജീവൻ പണയം. അത് പൗലോസ് അവിടെ പറയുന്നുണ്ടല്ലോ അല്ലേ? അതെവിടെയാണ് പറയുന്നത്? 3-ാം വാക്യത്തിലാണോ? 4-ാം വാക്യം. അവർ എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ച് കൊടുത്തവരാകുന്നു. 4-ാം വാക്യം. അത് എവിടെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയത്തില്ല എങ്കിലും വേദപണ്ഡിതന്മാരെല്ലാം പറയുന്നത് ഈ സംഭവം നടന്നത് കൊരിന്തിൽ വെച്ചായിരുന്നു എന്ന് ഊഹിക്കണം. വേണമെങ്കിൽ ഒരു റെഫറൻസ് എഴുതിക്കൊള്ളുക. ആക്ട്സ് അപ്പോസ്തലപ്രവൃത്തി 18-12 മുതൽ 17 വരെ. അപ്പോസ്തലപ്രവൃത്തി 18-12 മുതൽ 17 വരെ. അവിടെ കൊരിന്തിൽ പ്രസംഗിച്ചപ്പോൾ അവിടെ വലിയ കലഹമൊക്കെ ഉണ്ടായിട്ട് നാം വായിക്കുന്നു. ആ സമയത്തായിരിക്കാം പൗലോസിനെ രക്ഷിക്കാൻ വേണ്ടി അവർ പ്രാണൻ വെച്ചു കൊടുത്തത്, അല്ലെങ്കിൽ റിസ്ക് എടുത്തത്. അടുത്ത വാചകം. ഒരു സഭയും അവരുടെ വീട്ടിലുണ്ടായിരുന്നു. ഈ സംഭവങ്ങളെല്ലാം ആദിമ അവരുടെ പ്രധാന നേതാക്കന്മാരായ ഒരു സഭയും അവരുടെ വീട്ടിലുണ്ടായിരുന്നു. എവിടെയാണത് പറയുന്നത്? 5-ാം വാക്യം, റോമർ 16:5. സഭയെയും വന്ദനം ചെയ്യുവാൻ. അപ്പോൾ അവരുടെ വീട്ടിൽ സഭയുമുണ്ട്. ഇവിടെ മാത്രമല്ല, 1 കൊരിന്ത്യർ 16-19 അവരുടെ വീട്ടിലെ സഭയെക്കുറിച്ച് സൂചനയുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ അന്നത്തെ നിലവാരം അനുസരിച്ച് അല്പം സാമ്പത്തിക ഭദ്രത ഉള്ളവരായിരുന്നതാണ്. മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടെ മെച്ചമായൊരു വീട് കാണും. പക്ഷെ ആ വീട് എന്തിനാണ് ഉപയോഗിച്ചത്? സഭ കൂടി വരാനായിട്ട് ഉപയോഗിച്ചത് അല്ലേ? അവർക്ക് വീടുണ്ട്. ആ വീട് നമുക്കും വീടുകളൊക്കെ ഉണ്ടെന്നല്ലേ? അപ്പോൾ അതൊക്കെ അവർ അതിനുവേണ്ടി ചെലവഴിച്ചവർ. അത് കൊരിന്തിൽ വെച്ചും അത് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ പൗലോസ് എഴുതുമ്പോൾ റോമിലാണ് അവർ. അവിടെയും ഒരുപക്ഷെ അവരുടെ വീട്ടിലായിരിക്കാം ഈ സഭ കൂടിയവർ. അപ്പം വളരെ മാതൃകാപരമായ ഒരു ജീവിതം നയിച്ചവരാണ് അക്വിലാസും പ്രിസ്കില്ലയും. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇവരെക്കുറിച്ച് പ്രത്യേകമായിട്ടൊന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത പേജിലേക്ക് ഞാൻ പോട്ടെ. 4-ാമത്തെ ചോദ്യം. ഈ അധ്യായത്തിൽ സ്ത്രീകളെ കുറിച്ചുള്ള ഓക്കെ. പൊതുവെ ആളുകളുടെ ഒരു ധാരണയുണ്ട് പൗലോസ് ഒരു സ്ത്രീ വിരോധി ആയിരുന്നു അല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ചിലർ പറയാറുണ്ട് പൗലോസ് ഒരു സ്ത്രീ വിരോധി ആയിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ സഭയിലെ ക്രമമൊക്കെ പറയുമ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യണം, ചെയ്യരുത്, ഇതൊക്കെ പറയുന്നുണ്ട്. അതതിൻ്റെ ക്രമമാണ്. അതുകൊണ്ട് തനിക്ക് സ്ത്രീ വിരോധിയാണെന്ന് നമ്മൾ പറയരുത്. ദൈവം വെച്ച ചില ക്രമങ്ങളൊക്കെ പൗലോസ് പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ പിന്നാലെ വരുന്നുണ്ട്. എന്നാൽ സ്ത്രീകളോട് ഏറ്റവും ബഹുമാനമുള്ള വ്യക്തിയായിരുന്നു പൗലോസ്. അല്ലെങ്കിൽ ഇത്രയും സ്ത്രീകളുടെ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് വേണേൽ ഒഴിവാക്കാമായിരുന്നല്ലോ. യഹൂദന്മാർ പൊതുവേ അങ്ങനെ സ്ത്രീകളുടെ പേര് പറയാറുമില്ല. താൻ അങ്ങനല്ല. താൻ എല്ലാവരെയും ഒരുപോലെ ബഹുമാനിച്ചൊരു വ്യക്തിയായിരുന്നു. ഓക്കെ, ഉത്തരം വായിച്ചോ. റോമർ 16. സ്ത്രീകളെ കുറിച്ചുള്ള പൗലോസിന്റെ പരാമർശം കാണിക്കുന്നത് ആദിമ സഭയുടെ ശുശ്രൂഷയിൽ സ്ത്രീകൾ സജീവവും വിലപ്പെട്ടതുമായ പങ്ക് വഹിച്ചിരുന്നതാണ്. പുരുഷന്മാരെ പോലെ തന്നെ അവരുടെ വിശ്വസ്ത സേവനത്തെ അംഗീകരിച്ചുകൊണ്ട് കർത്താവിൽ നടത്തിയ കഠിനാധ്വാനത്തിന് പൗലോസ് അവരെ ബഹുമാനിച്ചു. ഓക്കെ, 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രുഫൈനയ്ക്കും ത്രുഫോസയ്ക്കും വന്ദനം ചൊല്ലുവിൻ. അടുത്ത വാചകം. കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പ്രിയ പെർസിസിന് വന്ദനം ചൊല്ലുവിൻ. നോക്കുക, വെറുതെ കുറേ സ്ത്രീകളുടെ പേര് വേണ്ട വന്ദനം ചൊല്ലുവിൻ അങ്ങനല്ല, എടുത്തു പറയുന്നുണ്ട് അവരുടെ ശുശ്രൂഷ. അവർ അധ്വാനിച്ചവരാണ്, തീർന്നില്ല, ചിലർ വളരെ അധ്വാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. കഠിനാധ്വാനത്തിന് പൗലോസ് അവരെ മറിച്ച് ഉദാഹരണം മറിയ. ഇവരുടെയൊക്കെ ഈ പേരൊക്കെ ഇവിടെ പലയിടത്തായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി ഒരു സംശയം കൂടെ ദൂരീകരിക്കണം. എന്ത് ശുശ്രൂഷയാണ് സഹോദരിമാർക്ക് സഭയിൽ ഉള്ളത്? എവിടെയൊക്കെയാണ് നിരോധനം? ഇത് രണ്ടും നാം മനസ്സിലാക്കണം. ആദ്യം നിരോധനം പറയാം. വാസ്തവത്തിൽ 2 ശുശ്രൂഷകൾ വളരെ വ്യക്തമായി സഹോദരിമാർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? എവിടെയാണ് വാക്യം? തീത്തോസിൽ പറയുന്നുണ്ട്. തീത്തോസ് 2:3 മുതൽ 5 വരെ. ആദ്യം ഇത് എഴുതുക. 1 തിമോഥെയോസ് 2:12 വായിച്ചു. 1 തിമോഥെയോസ് 2:12 ആണ് ഏറ്റവും വ്യക്തമായ വാക്യം. 1 തിമോഥെയോസ് 2:12, 3:2-4. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ 2 ശുശ്രൂഷകളാണ് പറയുന്നത്. ഉപദേശിക്കുക എന്ന് വെച്ചാൽ ഒരു ബൈബിൾ ടീച്ചറിൻ്റെ ജോലി. എവിടെ? സഭയ്ക്കകത്ത് ഒരു ബൈബിൾ ടീച്ചറിൻ്റെ ജോലി പുരുഷന്മാർ ചെയ്യുന്നവർ ചെയ്യാൻ അനുവാദമില്ല.
പുരുഷന് മേൽ അധികാരം നടത്താത്ത എൽഡറിൻ്റെ ജോലി, പാസ്റ്ററിൻ്റെ ജോലി, ബൈബിൾ ടീച്ചർ ആൻഡ് പാസ്റ്റർ, ഈ രണ്ട് ശുശ്രൂഷകൾ പൂർണ്ണമായിട്ട് വിലക്കിയിരിക്കുകയാണ്. മാത്രമല്ല 1 Timotheus 3:2-4 വായിക്കുമ്പോൾ ഈ മൂപ്പന്മാരുടെ യോഗ്യത പറയുമ്പോൾ എന്താണ് പറയുന്നത്? ഏക ഭാര്യയുടെ ഭർത്താവും കുടുംബത്തെ നോക്കുന്നവനും. അപ്പോൾ യോഗ്യതകളൊക്കെ നോക്കിയാൽ ഒരു പുരുഷനോടുള്ള ബന്ധത്തിലാണ് പാസ്റ്റർമാരുടെ യോഗ്യതകളൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ വിലക്കുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് ചെയ്യാവുന്ന മറ്റനേകം ശുശ്രൂഷകളുണ്ട്. ചോദ്യം: സ്ത്രീകൾക്ക് വേദപുസ്തകം പഠിപ്പിക്കാം? എന്താണ് ഉത്തരം? പഠിപ്പിക്കാം. പക്ഷേ എവിടെയെന്നും കൂടെ പറയണം. എവിടെയാണ് സ്ത്രീകൾക്ക് വേദപുസ്തകം പഠിപ്പിക്കാവുന്നത്? പല നിലകളിൽ പഠിപ്പിക്കാം. സ്വന്തം മക്കളെ പഠിപ്പിക്കാം, സഹോദരിമാരെ മറ്റ് പഠിപ്പിക്കാം. അതിന് വാക്യമുണ്ട്, തീത്തോസ് 2:3-5 ഇളയ സഹോദരിമാരെ പഠിപ്പിക്കണം. സൺഡേ സ്കൂൾ പഠിപ്പിക്കാം. അതെ, സഹോദരിമാരുടെ കൂട്ടായ്മയിലൊക്കെ അങ്ങനെ എന്തെല്ലാം അവസരങ്ങളുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ ആരും ചിന്തിക്കരുത്, അയ്യോ ഞങ്ങൾക്ക് ഒരവസരവുമില്ല, എല്ലാം പുരുഷന്മാർക്ക് ദൈവം കൊടുത്തേക്കുക എന്ന് ചിന്തിക്കരുത്. നിങ്ങൾക്ക് ധാരാളം അവസരങ്ങളുണ്ട്. അല്പം കൂടെ കടന്നു പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അനേക കുഞ്ഞുങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല, ഇന്ന് അനേക ദൈവഭക്തന്മാരെ സ്വാധീനിച്ചിട്ടുള്ളത് ആരാണ്? അവരുടെ മാതാക്കളാണ്, അല്ലേ? മാതാക്കളാണ്. പിതാക്കന്മാരെക്കാൾ കൂടുതൽ മക്കളെ സ്വാധീനിക്കുന്നത് മാതാക്കളാണ്. തിമത്യോസിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. 2 തിമത്യോസ് 1 നാം വായിക്കുന്നു. അവിടെ യൂനിക്കയും ലോവിസിനൊക്കെ നാം വായിക്കുന്നുണ്ട്. മഹാനായ സെയിൻറ്റ് അഗസ്റ്റിൻ കേട്ടിട്ടുണ്ടല്ലോ. സെയിൻറ്റ് അഗസ്റ്റിൻ്റെ കൺവേർഷനൊക്കെ പറയാൻ സമയമില്ല. അദ്ദേഹത്തിൻ്റെ മാതാവായിരുന്നു മോനിക്ക. ഈ സെയിൻറ്റ് അഗസ്റ്റിൻ 33-ാം വയസ്സ് വരെ വളരെ ദുർമാർഗിയായി ജീവിച്ച മനുഷ്യനാണ്. അറിയപ്പെടുന്ന എല്ലാ പാപങ്ങളും ചെയ്ത് ജീവിച്ച മനുഷ്യൻ. മാനുഷികമായി ചിന്തിച്ചാൽ രക്ഷിക്കപ്പെടാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ ഈ മാതാവ് വളരെ ഭക്തയുമായിരുന്നു. വലിയ ഭക്തയായി ജീവിച്ചൊരു വ്യക്തിയാണ് മോനിക്ക. അപ്പോൾ മോനിക്ക എന്നും പ്രാർത്ഥിക്കും, മുടങ്ങാതെ പ്രാർത്ഥിക്കും, കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. എന്നിട്ടും ഈ അഗസ്റ്റിന് ഒരു മാനസാന്തരമൊന്നുമില്ല. ഒരിക്കൽ മോനിക്ക അന്നത്തെ ബിഷപ്പായ അംബ്രോസിനെ കണ്ടൊരു പരാതി പറഞ്ഞു. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് കണ്ണുനീരോടെ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവം എന്താണ് പ്രാർത്ഥന കേൾക്കാത്തത്? അപ്പോൾ അംബ്രോസ് ഒരു വാചകം പറഞ്ഞു, കൂടുതലൊന്നും പറഞ്ഞില്ല. അവൻ കണ്ണുനീരിൻ്റെ പുത്രനാണ്, കണ്ണുനീരിൻ്റെ പുത്രൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട്. കണ്ണുനീരിൻ്റെ പുത്രൻ നഷ്ടപ്പെടുകയില്ല, ഇത്രയേ പറഞ്ഞുള്ളൂ. അത് ആശ്വാസമായി. അധികം താമസിക്കാതെ ഒരു ദിവസം സായാഹ്നത്തിൽ തൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ തൻ്റെ പൂന്തോട്ടത്തിൽ ഇരുന്നപ്പോൾ അഗസ്റ്റിൻ രക്ഷിക്കപ്പെട്ടു. പെട്ടെന്നങ്ങ് പറയാം എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്. ആ വീടിൻ്റെ അടുത്തുള്ളൊരു ഭവനത്തിൽ സന്ധ്യയ്ക്ക് ഒരു സന്ധ്യാപ്രാർത്ഥന നടക്കുക. വിശ്വാസങ്ങളുടെ ഭവനമായിരുന്നു. ലത്തീൻ ഭാഷയിൽ ഒരു പാട്ട് അവർ പാടുകയാണ്. ലത്തീൻ ഭാഷയിലാണ്. നമുക്കറിയാമല്ലോ പാട്ടുകൾക്കൊക്കെ കോറസ് ഉണ്ടല്ലേ. ഈ കോറസ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച് പാടും. അപ്പോൾ അതിനകത്ത് ലത്തീൻ ഭാഷയിലെ പാട്ടിൻ്റെ കോറസിൽ ടോലേ ലെഗെ ഇങ്ങനെ 2 വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് വന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? എടുത്തു വായിക്കുക, ഒരക്ഷരാർത്ഥം. ഒരു പാട്ടിൻ്റെ സ്റ്റാൻസയാണ്. അപ്പോൾ അഗസ്റ്റിൻ ഇത് കേട്ടു, ടോലേ ലെഗെ. അപ്പോൾ അഗസ്റ്റിന് തോന്നി ഇത് തന്നോട് ദൈവം സംസാരിക്കാമെന്ന് ആ സമയത്ത് തോന്നി. അത് ഒരു സ്നേഹിതനോട് സംസാരിച്ചാൽ തനിക്ക് വലിയ നിരാശയായി. കാരണം വലിയ മദ്യപാനിയൊക്കെ ജീവിച്ച് അവസാനം നിരാശപ്പെട്ട് ജീവിതത്തിൽ അർത്ഥമില്ലാതിരുന്ന് ഇത് സംസാരിക്കാൻ വന്നതാണ് സ്നേഹിതനോട്. സ്നേഹിതൻ വിശ്വാസിയാണ്. അപ്പോഴാണ് ഈ പാട്ട് ടോലയിലേക്ക് താൻ പെട്ടെന്ന് ഇപ്പോൾ താൻ വിചാരിച്ചു അവിടെ ഒരു ബൈബിൾ, സ്നേഹിതൻ്റെ ബൈബിളുണ്ട്. താനിതുവരെ ബൈബിൾ കൈകൊണ്ട് തൊട്ടിട്ടില്ല, ഓർക്കണം. പെട്ടെന്ന് ബൈബിൾ എടുത്ത് എവിടെ തുറന്നൊന്നും അറിയത്തില്ല, ചുമ്മാ തുറന്നപ്പോൾ കിട്ടിയ വാക്യം എന്നറിയാം, റോമാലേഖനമായിട്ട്. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം. ഞാൻ ഇന്നലെ പറയണമെന്ന് വിചാരിച്ചപ്പോഴങ്ങ് പറയുക. റോമർ 13-14 ശ്രദ്ധിക്കുക. പകൽ സമയത്ത് എന്ന് പറഞ്ഞാൽ മര്യാദ എന്നൊക്കെ ഒരു വാണിംഗ്. എന്നിട്ട് എന്താ പറയുന്നത്? മതി, വികാരം ചിന്തിക്കരുത്. ഇത് വായിച്ചാൽ ഞാൻ മാനസാന്തരപ്പെട്ടു. എനിക്ക് തോന്നി തന്നോട് ദൈവം നേരിട്ട് സംസാരിക്കുക, മര്യാദയായിട്ട് നടക്കണം, അല്ലേ? ഇവിടെ ഇപ്പോൾ ലിസ്റ്റ് പറയുന്ന പാപങ്ങളൊക്കെ താൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് രക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മോനിക്കയുടെ കാര്യമാണ്. അങ്ങനെ എത്രയോ സ്ത്രീ രത്നങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന പല മഹാന്മാർ സ്റ്റേജുകളിൽ നിൽക്കുന്നത്. സ്ത്രീകൾക്ക് വലിയൊരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ വിടുകയാണ്. അടുത്ത ചോദ്യം, ഈ അധ്യായത്തിൽ പൗലോസ് എന്ത് മുന്നറിയിപ്പ് നൽകുന്നു? റോമർ 16:17 നിങ്ങൾ പെട്ടെന്ന് വായിച്ചു പോകാം. തങ്ങൾ സ്വീകരിച്ച സത്യോപദേശത്തിന് വിരുദ്ധമായി ഭിന്നതകൾ സൃഷ്ടിക്കുകയും തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ആളുകളെ സൂക്ഷിക്കണമെന്ന് പൗലോസ് വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഓർക്കണം, ഇവിടെ ഇത് എഴുതുമ്പോൾ സഭയിൽ വലിയ ഭിന്നതയൊന്നും ഇല്ല.
എങ്കിലും ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്, അല്ലേ? അതാണ് വേണ്ടത്. നമ്മൾ രോഗത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം രോഗം വരാതെ സൂക്ഷിക്കുന്നതാണെന്ന് പറയത്തില്ലേ? അതുപോലെയാണ് പൗലോസ് പറയുന്നത്. പൗലോസിന് അറിയാം ഒരു പക്ഷേ ആ ഭക്ഷണത്തിൻ്റെയൊക്കെ ഇഷ്യൂ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു പക്ഷേ ഭിന്നതയിലേക്ക് ഇത് പോകും. അതുകൊണ്ട് മുന്നറിയിപ്പ് പറയുക, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഭിന്നത ഉണ്ടാകരുത്, അത്തരം ആളുകളുടെ സ്വാധീനത്തിന് വഴങ്ങരുതെന്നും അവരെ ഒഴിവാക്കണമെന്നും അദ്ദേഹം അവരോട് പറയുന്നു. കാരണം അവരുടെ പ്രവൃത്തികൾ സഭയുടെ ഐക്യത്തിനും വിശ്വസിക്കും ദോഷം ചെയ്യും. 6-ാമത്തെ ചോദ്യം, തിന്മയെക്കുറിച്ച് റോമൻ വിശ്വാസികൾക്ക് പൗലോസിന്റെ പ്രോത്സാഹനം എന്താണ്? ദൈവത്തെ അനുസരിക്കുന്നതിൽ റോമിലെ വിശ്വാസികളുടെ സാക്ഷ്യം പ്രസിദ്ധമായിരുന്നു. റോമിലെ സഭ നല്ലൊരു സഭയായിരുന്നു. അവരുടെ വിശ്വസ്ത സാക്ഷ്യത്തിൽ, അവസാനത്തെ പേജ്, പൗലോസ് സന്തോഷിച്ചു. എന്നാൽ നന്മയിൽ ജ്ഞാനികളായിരിക്കാനും ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങളിൽ വളരാനും തിന്മയെക്കുറിച്ച് നിഷ്കളങ്കരായിരിക്കാനും പാപകരമായ അല്ലെങ്കിൽ ദോഷകരമായ സ്വാധീനങ്ങളിൽ നിന്ന് സ്വയം അകന്നു നിൽക്കാനും അവൻ നമ്മെ ഓർപ്പിക്കുന്നു. അനേകം വാക്യങ്ങളുടെ സമ്മറി ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടെ പറയുന്നത്. അത് സിമ്പിളാണ്, വായിച്ചാൽ മതി. 7-ാമത്തെ ചോദ്യം, 20-ാം വാക്യത്തിൽ പൗലോസ് എന്ത് വാഗ്ദാനമാണ് നൽകുന്നത്? ഒരുപക്ഷേ ഈ വാഗ്ദാനം വായിച്ചാൽ ഇതൊരു നേരത്തെ പറഞ്ഞായിട്ട് ബന്ധമില്ലെന്ന് തോന്നുന്നു. എന്താണ്? സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ കാട്ടിൽ ചതച്ചു കളയും. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? നേരത്തെ ഭിന്നതയെക്കുറിച്ച് പറഞ്ഞു, ഭിന്നത ഉണ്ടാക്കുന്നവരെ ഒഴിവാക്കാൻ പറഞ്ഞു. ഈ ഭിന്നത ഉണ്ടാക്കുന്നത് വാസ്തവത്തിൽ ആരാണ്? സാത്താനാണ്. അത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ഭിന്നത ഉണ്ടാക്കുന്ന വ്യക്തികളെയാണ് പോയിന്റ് ചെയ്യുന്നത്. ഇന്നാരും പ്രശ്നക്കാരാണ്, അല്ലേ? പക്ഷെ അവിടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താൻ എന്ന് വെച്ചാൽ സാത്താൻ്റെ ഇൻഫ്ലുവൻസ്, അതാണ് ഉദ്ദേശിക്കുന്നത്, സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ഒരു വഴി കടന്നു പറയുകയാണ്, ഭിന്നത ഉണ്ടാക്കാൻ സാത്താൻ ശ്രമിക്കും, പക്ഷേ നിങ്ങളത് വീണു പോകരുത്. കാരണം ഒടുവിൽ സാത്താനെ ദൈവം കർത്താവ് കാൽക്കീഴിൽ ചതച്ചു കളയും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് വിശ്വാസികൾക്കുള്ള വിജയ ഉറപ്പാണ്. ഇവിടെ ഭാവിയിൽ ചതയ്ക്കുന്ന കാര്യം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇമ്മീഡിയറ്റ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങൾ പേടിക്കേണ്ട, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി, സാത്താനെ ദൈവം ചതയ്ക്കും. 8-ാമത്തെ ചോദ്യം, ആശംസകൾ അയച്ച പൗലോസിൻ്റെ ചില കൂട്ടുകാർ ആരായിരുന്നു? അത് വെറുതെ വായിച്ചു പോയാൽ മതി. വായിച്ചു, കുറേ പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. തിമത്യോസ്, ലൂക്കിയോസ്, യാസോൻ, സോസിപത്രോസ്, തെർത്തോസ് ആണ് ലേഖനം എഴുതുന്നത്. പുള്ളിക്ക് സെക്രട്ടറി ഉണ്ടായിരുന്നു പൗലോസിന്. ഗായോസ്, എരസ്തോസ്, കർത്തോസ്. ഇതിനകത്ത് ആദ്യത്തെ 4 പേര് യഹൂദന്മാരാണ്, സോസിപത്രോസ് വരെ. പിന്നെ പറയുന്നവരെ യവനന്മാരുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് പൗലോസിനോട് കൂടെ. ഏറ്റവും ഒടുവിലത്തെ 9-ാമത്തെ, ദൈവത്തിന്റെ പ്രകാരം സുവിശേഷത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? എന്താണ് സുവിശേഷം കൊണ്ട് സാധിക്കേണ്ടത്? ദൈവത്തെ വിശ്വാസത്തോടെ അനുസരിക്കേണ്ടതിന് ഒരിക്കൽ മറിഞ്ഞിരുന്ന മർമ്മം. എന്താണ് ഈ മർമ്മം എന്നുള്ള വാക്ക്? മിസ്റ്ററി. പുതിയമത്തിൽ പൗലോസാണ് ഈ മർമ്മം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം പഴയ നിയമകാലത്ത് ദൈവം മറച്ചു വെച്ചതും പുതിയ നിയമകാലത്ത് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ളതുമായ സത്യങ്ങൾ. ഇന്നത് മർമ്മമല്ല, ഒരിക്കൽ മർമ്മമായിരുന്നു. എപ്പോൾ? പഴയ നിയമകാലത്ത്. അന്ന് മറച്ചു വെച്ച പല കാര്യങ്ങൾ ദൈവം പുതിയ യുഗത്തിൽ വെളിപ്പെടുത്തി തന്നു. അതിനെയാണ് പൗലോസ് ഈ മിസ്റ്ററി അല്ലെങ്കിൽ മർമ്മം എന്ന് പല ഭാഗത്തും പറയുന്നത്. പൗലോസിന്റെ ലേഖനങ്ങളിലാണ് ആ മർമ്മം എന്നുള്ള വാക്ക് അധികമായിട്ട് വരുന്നത്. അപ്പോൾ മർമ്മം എന്ന് കേൾക്കുമ്പോൾ ആർക്കും മനസ്സിലാകാത്ത എന്തോ ആണെന്ന് ചിന്തിക്കരുത്. ഒരു കാലത്ത് പഴയ നിയമ വിശ്വാസികൾക്ക് മറഞ്ഞിരുന്നു, പക്ഷേ ഇന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. മറിഞ്ഞിരുന്ന മർമ്മം ഇപ്പോൾ എല്ലാ ജനതകൾക്കും, ഞാൻ പീപ്പിൾ ഗ്രൂപ്പ്സ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ബൈബിളിൽ ജാതികൾ എന്നാണ് എൻ്റെ അർത്ഥം. ഇതാണ്, എല്ലാ ജനസമൂഹങ്ങൾക്കും വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പൗലോസ് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അതാണ് സുവിശേഷത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം, ആ മർമ്മം വെളിപ്പെടുത്തുക. 2, യേശുക്രിസ്തുവിലൂടെ എല്ലാ ജനതകളെയും വിശ്വാസത്തിൻ്റെ അനുസരണത്തിലേക്ക് കൊണ്ടുവരികയും. അത് 2-ാമത്തേത്, ഒറ്റ വാചകമായിട്ട് എഴുതിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിലൂടെ എല്ലാ ജനതകളെയും വിശ്വാസത്തിൻ്റെ അനുസരണത്തിലേക്ക് കൊണ്ടുവരിക. എന്താണ് വിശ്വാസത്തിൻ്റെ അനുസരണം എന്ന് പറയുന്നത്? വിശ്വാസം തന്നെ ഒരർത്ഥത്തിൽ അനുസരണമാണ്. വിശ്വസിച്ചവർ ദൈവത്തെ അനുസരിച്ച് ജീവിക്കണം. അതാണ് വിശ്വാസ ജീവിതം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്ന വാക്യമുണ്ട്, അല്ലേ? അപ്പം വിശ്വാസത്തിന് 2 തലങ്ങളുണ്ട്, രക്ഷിക്കുന്ന വിശ്വാസവും നിലനിർത്തുന്ന വിശ്വാസവും. ആ വിശ്വാസത്തിൻ്റെ അനുസരണത്തിലേക്ക് കൊണ്ടുവരികയും 3-ാമത്തേത് ഏകജ്ഞാനിയായ ദൈവത്തിന് മഹത്വം നൽകുകയും ചെയ്യുക എന്നതാണ് സുവിശേഷത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ഒടുവിൽ ഇതെല്ലാം ദൈവനാമ മഹത്വത്തിന് ഉതകണം. അത് സുവിശേഷം പറഞ്ഞാലും ഭക്ഷണം കഴിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ നാമം ആത്യന്തികമായി മഹത്വപ്പെടണം. അതാണ് പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഞാനൊരു തൽക്കാലം നിർത്തുകയാണ്. എനിക്ക് ലഭിച്ച സമയം കൊണ്ട് പറ്റുന്ന നിലയിലൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നോട്ട്സ് ഉണ്ടല്ലോ,